ഗുഡ് ഈവനിങ് ടു ഓൾ. നിങ്ങൾ എല്ലാവരും ബെൻസിൽ എന്ന് പറയുന്ന കെമിസ്ട്രി പ്ലാറ്റ്ഫോമിലെ മെമ്പേഴ്സ് ആണ്. ബെൻസിൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിലൊക്കെ, ഞങ്ങൾ ആയിരിക്കില്ല അത് അൾട്രാ പെർഫെക്റ്റ്, കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മെന്ററിങ് ആണെങ്കിലൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. ഈവൻ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു അവയർനെസ് സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ആംഗിളിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും അവരുടെ കരിയറിനെ കുറിച്ച് വളരെ സീരിയസും ഒരു നല്ല നിലയിലേക്ക് മാറണം എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ നിങ്ങളൊരു കോഴ്സിന്റെ കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു, അത് കഴിഞ്ഞ് നിങ്ങൾ പോയി നിങ്ങൾക്ക് എന്താണ് നല്ലൊരു ഫീൽഡിലേക്ക് പോവാതിരിക്കാം, അതിനെക്കുറിച്ച് നമ്മൾ നെവർ മൈൻഡ് ആക്കാം അല്ലെങ്കിൽ ആക്കാതിരിക്കാം. അതിലുപരി അൾട്ടിമേറ്റ്ലി നമ്മുടെ ഓവറോൾ കേരള കെമിസ്ട്രി കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരുപാട് ആളുകൾ നിങ്ങൾ പോലും അറിയാത്ത എന്നാൽ വളരെ നല്ല കെമിസ്ട്രി റിലേറ്റഡ് ഏരിയാസ് ഉണ്ട്. അപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു മെഡിക്കൽ ഷോപ്പിലേക്ക്, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരുപാട് മെഡിക്കൽ ഷോപ്പുകൾ ഉണ്ടാകും. ഈ മെഡിക്കൽ ഷോപ്പിന്റെ ഷെൽഫ് നോക്കിക്കഴിഞ്ഞാൽ ആ ഷെൽഫിലുള്ള എല്ലാ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ നിയർലി അറൌണ്ട് 1000 മോളിക്യൂൾസ് ഉണ്ടാവാം. ചിലപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, നിങ്ങളൊരു മെഡിക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു ഫാർമസിയിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള മെഡിസിൻസ് ഒന്നും ഒരു ഡോക്ടർ ക്രിയേറ്റ് ചെയ്തതല്ല. അവിടെയുള്ള എല്ലാ മെഡിസിൻസും ഒരു BSc കെമിസ്ട്രിയും MSc കെമിസ്ട്രിയും കഴിഞ്ഞ ഒരാൾ സിന്തസൈസ് ചെയ്തതാണ്. കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ലോകത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്ത് നിന്നോ ഒരു BScയോ MSc കെമിസ്ട്രിയോ കഴിഞ്ഞ ഒരാള് സിന്തസൈസ് ചെയ്ത മോളിക്യൂളാണ് മെഡിസിൻ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും കഴിക്കും. ഇവിടെ പറഞ്ഞു വന്നത്, നമ്മൾ എന്താ ചെയ്യുന്നത്, അത് ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു മോളിക്യൂളിനെ ക്രിയേറ്റ് ചെയ്യുന്നു, ആ മോളിക്യൂളിന്റെ പ്രോപ്പർട്ടി നമ്മൾ തന്നെ പഠിക്കുന്നു. ആ പ്രോപ്പർട്ടി പഠിച്ചിട്ട് നമ്മൾ പറയുന്നു ഇതിന് ഈ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് പെയിൻ കില്ലർ. അപ്പൊ ആ എഫക്റ്റ് പഠിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ബയോളജിക്കാരാണ്. പക്ഷെ ആ എഫക്റ്റ് പഠിക്കാൻ വേണ്ടി അവർക്ക് ഈ കോമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, സിന്തസൈസ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? കെമിസ്ട്രിക്കാരാണ്. അപ്പൊ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഫാർമസി പോയിട്ടും നിങ്ങൾ കാണുന്ന എല്ലാ മെഡിസിൻസും, മെജോറിറ്റി മെഡിസിൻസും, 95% മെഡിസിൻസും ഏതെങ്കിലും ഒരു BSc കെമിസ്ട്രിക്കാരനോ അല്ലെങ്കിൽ MSc കെമിസ്ട്രിക്കാരനോ സിന്തസൈസ് ചെയ്തതാണ്. അപ്പൊ അതിൽ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, തമിഴ്നാട്ടിൽ ഒരുപാടുണ്ട്, ബാംഗ്ലൂരുണ്ട്, ഹൈദരാബാദ് ഉണ്ട്, നോയിഡയിലുണ്ട്, പല സ്ഥലങ്ങളിലും ഒരുപാട് ഫാർമ കമ്പനികളുണ്ട്. അവിടെയൊക്കെ ഒരുപാട് മലയാളികൾ വരെയുണ്ട്. അപ്പൊ അവരൊക്കെ സിന്തസൈസ്, എന്നാൽ നിങ്ങളെക്കാളും ഒരു 10 years ബാക്ക് BSc കെമിസ്ട്രി പഠിച്ച ഒരു സ്റ്റുഡന്റ് ആയിരുന്നു അവർ. ഇപ്പൊ അവരെന്താണ്? മെഡിസിൻസ് സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. IIT NIT ഐസറിൽ ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്, ഒരുപാട് മലയാളികളുണ്ട്. 10 വർഷം മുന്നേ അവരെവിടെയായിരുന്നു? അവര് ഏതെങ്കിലും കേരളത്തിൽ ഒരു കോളേജിൽ BSc കെമിസ്ട്രി ചെയ്തവരാണ്. പല മൊബൈൽ കമ്പനികളുടെ ഡിസ്പ്ലേ സിന്തസൈസ് ചെയ്യുന്ന ആളുകൾ, പല എന്താണ് ഓയിൽ ആൻഡ് ഗ്യാസ് റിഫൈനറിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ, അവർ ഒരു 5 to 6 years ബാക്ക് അവർ BSc കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരുന്നു. സിമിലർ സിറ്റുവേഷൻ ആഫ്റ്റർ 5 years, ഇത് 2025 2030 ഈ പറഞ്ഞിരിക്കുന്ന മെഡിസിൻസ് സിന്തസൈസ് ചെയ്യുക അല്ലെങ്കിൽ പുതിയ ഗവേഷണങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ IISc-ലും ഐസറിലും ഫാക്കൽറ്റി ആയിട്ട് വരുന്ന പുതിയ ആളുകൾ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 5 years or 6 years ഈ ക്ലാസ് കേൾക്കുന്ന ഓരോ കുട്ടികളുമാണ്. അതിലൊരു സംശയമില്ല. എത്രയോ മലയാളികൾ എല്ലായിടത്തും കാണാം. ആഫ്റ്റർ 5 years നമ്മൾ തിരയുമ്പോൾ കാണുന്നത് ഈ ക്ലാസ്സിൽ ഇരുന്ന പല കുട്ടികളുമായിരിക്കും. അവരെത്തും എന്നുള്ളതിന് ഉറപ്പാണ്. നമ്മൾ കാണുന്ന നല്ല രീതിയിലുള്ള റിസൾട്ടുകളും നല്ല രീതിയിൽ പ്രൊഫഷനും അക്കാഡമിക്സും കൊണ്ടുപോകുന്ന ആളുകളൊക്കെ തന്നെയാണ് നിങ്ങൾ. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പലതരത്തിൽ മീൻസ് അബ്രോഡ് പല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇന്ത്യയിലും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ പോകും. ഓക്കെ, അപ്പൊ അതില് ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ അക്കാഡമിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ BSc 3 year അല്ലെങ്കിൽ MSc 2 year ഗെയിം ചേഞ്ചറാണ്. ഓരോ ആളുകളുടെയും ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ടൈം പീരീഡാണ് നമ്മൾ ഈ പറയുന്ന സമയം. BSc plus MSc. BSc-യിലെ 3 വർഷം, അതിൽ 1 or 2 വർഷം ഓൾറെഡി കഴിഞ്ഞ ആളുകളാണ് നിങ്ങൾ മെജോറിറ്റിയും.
ഇനി ഒരു വർഷം കൂടെ അല്ലെങ്കിൽ 2 വർഷത്തെ MSc കൂടെ കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല പ്രൊഫൈലിലേക്ക് മാറുന്ന ആളുകളാണ്. അതിന് ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ കേരളത്തിൽ തന്നെ ഇപ്പൊ കഴിഞ്ഞ തവണ ഞങ്ങളുടെ അടുത്ത് വന്ന അരുന്ധതി എന്ന് പറയുന്ന സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവാം. ആൾ മഹാരാജാസ് കോളേജിൽ MSc കഴിഞ്ഞ ആളാണ്. ഇപ്പം മലപ്പുറത്ത് MES മമ്പാട് BSc കഴിഞ്ഞു. അത് കഴിഞ്ഞ ആൾക്ക് മഹാരാജാസിലെ MScക്ക് കിട്ടി. MSc കഴിഞ്ഞപ്പോൾ ആൾക്ക് വേറെ ഓപ്പണിംഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ആൾക്ക് B.Edന് പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ നെറ്റ് എടുക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ട് നമ്മുടെ ബെൻസിലെ ഓഫ്ലൈൻ ക്യാമ്പസിൽ കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആൾക്ക് B.Edന് കിട്ടി. ആളുടെ പാരന്റ്സും ആളുടെയും അരുന്ധതിയുടെ ഒക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ B.Edന് പോകണം, B.Edന് പോകണം, എങ്ങനെയെങ്കിലും B.Edന് പോയിട്ട് ഒരു ടീച്ചറോ അങ്ങനെയൊക്കെ ആയാൽ പെട്ടെന്ന് ജോലി കിട്ടി സേഫായി. ഞാൻ വിചാരിച്ചു സാർ, ഞങ്ങളാണ് ഓഫ്ലൈനിൽ ഇവിടെ ഉണ്ടാവാറ്, ഞങ്ങൾ ഒരുപാട് ആളോട് കാര്യങ്ങൾ പറഞ്ഞു, നോക്കൂ നിങ്ങൾ നല്ല ടാലന്റഡ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്, നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്, B.Edന് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. 6 മാസം മുന്നേ ഉള്ള സ്റ്റോറിയാണ്. ആ സ്റ്റുഡന്റ് B.Edന് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഒരു 1 വീക്ക് ഞങ്ങളുമായിട്ട് ഡിസ്കഷനാണ്. ആൾക്ക് വേണ്ടത് B.Edന് പോവുകയാണ്, ഞങ്ങൾ ആളെ B.Edന് വിട്ടില്ല. ഇന്ന് ആള് ബാർക്കിൽ 1.5 ലാക്ക് സാലറി വാങ്ങുന്ന ഒരു എംപ്ലോയിയാണ്. ബാർക്കിൽ, ബോംബെയിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ടാകും. കേരളത്തിൽ നിന്നും കഴിഞ്ഞ തവണ ഒരൊറ്റ ആളെ സെലക്ട് ചെയ്ത്, ഒരൊറ്റ സ്റ്റുഡന്റ് ബാർക്കിൽ കിട്ടിയ ഒരൊറ്റ ആളാണുള്ളത്. അവിടുത്തെ സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ആള് ജോയിൻ ചെയ്തിട്ടുണ്ട്. 6 മാസം മുന്നെയാണ് ആൾക്ക് കിട്ടിയത്. കഴിഞ്ഞ ബാച്ചിൽ എക്സാക്ട്ലി 1 ഇയർ ബാക്ക് ഇവിടെ വന്നു. 6 മാസം കോച്ചിങ്ങിന് ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ആളിപ്പം എന്ന് പറഞ്ഞാൽ B.Edന് പോയിരുന്നെങ്കിൽ ഇന്നും B.Ed ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. B.Edന് പോകണ്ടെന്നല്ലട്ടാ പറഞ്ഞതിന്റെ മീനിങ്, നിങ്ങൾ ഓരോരുത്തരും എത്താവുന്ന ഒരു പൊസിഷൻ ഉണ്ട്, അവിടെ വരെ നിങ്ങൾ ട്രൈ ചെയ്യണം എന്നാണ് അതിന്റെ മീനിങ്. പല ആളുകളും B.Ed ചെയ്യുന്നവരുണ്ട്, അതിന് പോകാം, നല്ലത് തന്നെയാണ്, നാട്ടിലൊരു ടീച്ചറൊക്കെ ആവാം. എന്നാൽ അങ്ങനെ ഒരു പാക്കേജ് കിട്ടുന്നതിനേക്കാളും 5 ടൈംസ് ബെറ്റർ സാലറിയിലാണ് ഇന്ന് ആളുള്ളത്. മാറ്റർ ഓഫ് 6 മന്ത്സ്. ഇന്ന് ആള് ബാർക്കിലെ എന്താണ് സയന്റിഫിക് ഓഫീസർ പോസ്റ്റിലാണ്. ആള് കഴിഞ്ഞ മാസം ഇവിടെ വന്നിരുന്നു. അപ്പോഴും നമ്മളൊക്കെ മീറ്റ് ചെയ്തു. നമുക്ക് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ മഹാരാജാസ് എന്ന് പറയുമ്പോൾ മഹാരാജാസിലെ കുട്ടികൾക്ക് അറിയുന്നതായിരിക്കും. ഞാൻ അടുത്ത എക്സാമ്പിൾ പറയുന്നത് വേറൊരു കോളേജിലെ ഒരു കുട്ടിയുടേതായിരുന്നു. പിന്നെ ഞാൻ എക്സാമ്പിൾ പറയുന്നത് മറ്റൊരു കോളേജിലെ കുട്ടികളുണ്ടാവും. അപ്പൊ അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെ പറയുമ്പോൾ ആ കോളേജിലെ കുട്ടികൾ ഇതിലുണ്ടാവും, അവർക്കറിയാം ഈ കാൻഡിഡേറ്റിനെ കുറിച്ച്. അപ്പൊ എനിക്ക് വെറുതെ ഓരോ എക്സാമ്പിൾ പറയാൻ പറ്റില്ല. ഈ പറയുന്ന ഓരോ എക്സാമ്പിളും നമ്മുടെ ഇടയിലുള്ള കുട്ടികളാണ്. പിന്നെ ആള് ബോംബെയിലെ ബാർക്കിന്റെ ക്യാമ്പസിൽ ആളെ കാണാൻ പോയി കഴിഞ്ഞു. ആളുടെ കൂടെയുള്ളതൊക്കെ IIT നിന്ന ആളുകളാണ് കിട്ടിയത്. പക്ഷെ ആളിപ്പം നമ്മുടെ അടുത്ത് പോയി. കേരളത്തിൽ നിന്ന് ഒരൊറ്റ ആൾക്ക് കിട്ടിയതാണ്. ഇവിടെ വന്ന സ്റ്റുഡന്റ്. അപ്പം ഞാൻ പറയുന്നത് ബാർക്ക് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഇടയിൽ 1.5 ലാക്ക് സാലറിയിൽ വരെ പോകാൻ പറ്റുന്ന ജോബുകൾ ഉണ്ട്. ആളെ MSc കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയില്ല. നിങ്ങൾ ആലോചിക്കുക, MSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് ഒരു വർഷം തികയുന്നതിന് മുന്നെയാണ് ആള് മോർ ദാൻ 1 ലാക്ക് സാലറി ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജോബുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഇവിടെ ചില കുട്ടികൾക്ക് ഡൗട്ട് തോന്നാം, എന്റെ മാർക്ക് കുറവാണ്, എനിക്കിത് കിട്ടുമെന്നുള്ള ഡൗട്ടുകളൊക്കെ തോന്നാം. ഈ സെഷൻ നിങ്ങൾ കംപ്ലീറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ മാർക്ക് കുറഞ്ഞ ആളുകൾ നല്ല പൊസിഷനിൽ എത്തിയത് നമ്മൾ പറയും, ആവറേജ് മാർക്ക് കിട്ടിയവർ എത്തിയേ പറയും, ടോപ്പ് സ്റ്റുഡൻസ് തന്നെ ഏറ്റവും നല്ല പൊസിഷനിൽ എത്തിയതിന്റെ ഒക്കെ എക്സാമ്പിൾ ഞാൻ ഈ ഡിസ്കഷനിൽ ഈ പറഞ്ഞു വന്നത് എന്താണ്, നിങ്ങളുടെ ഈ BSc MSc സമയത്ത് ഷോർട്ട് ടേം പീരീഡ് ആണ്. 3 ഇയറോ 2 ഇയറോ 4 ഇയറോ ഒക്കെ ആയിരിക്കാം. ആ ഒരു ടേമിലെ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ അറ്റ് ദ ഏജ് ഓഫ് 22 ഓർ 23 നിങ്ങൾ മോർ ദാൻ 1 ലാക്ക് സാലറി ഉള്ള, മോർ ദാൻ 50,000 സാലറി ഉള്ള ഒരു ജോബിലേക്ക്, ഇതിനൊക്കെയാണ് നമ്മൾ കോളേജിൽ പോകുന്നത്, ഈ ജോബിലേക്ക് എത്രയും പെട്ടെന്ന് മാറണം. അതിനുശേഷം 23-ാമത്തെ വയസ്സിൽ ഞാനൊരു ജോബിലേക്ക് മാറിയാൽ 23, 33, 43, 53, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ ആണെങ്കിൽ 60, 65 വരെയൊക്കെയാണ് റിട്ടയർമെന്റ്. 40 വർഷം കാരണം 2-3 വർഷത്തെ പഠനത്തിലൂടെ അടുത്ത 40 വർഷം എല്ലാ മാസവും നല്ല സാലറി കിട്ടുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞാൽ നല്ല ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയുടെയും പൊസിഷൻ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അപ്പം ആ ഒരു പീരീഡാണ് നമ്മൾ ഈ കാണുന്ന നിങ്ങളുടെ ഡിഗ്രി ടൈമും PG ടൈമും. അതാണ് നമ്മൾ എപ്പോഴും ബട്ടർഫ്ലൈ എഫക്ട് പറയാം. ഒരു ചെറിയ ഇമ്പാക്ട് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തു കൂട്ടാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ ഈ
പഠന കാലഘട്ടം എന്ന് പറഞ്ഞാൽ BSc കെമിസ്ട്രി പഠിക്കുന്ന സമയം. അപ്പൊ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഒരാളുടെ എക്സാമ്പിളിലൂടെ നമ്മൾ പോകുന്നു അല്ലെ. എന്നാൽ ഒരാളുടെ എക്സാമ്പിൾ അല്ല, ഞാൻ രണ്ട് പേരുടെ എക്സാമ്പിൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അറിയുന്നതായിരിക്കും, എന്നാൽ നിങ്ങളൊന്ന് കേട്ടിരിക്കുക. ഒരാള് രേഷ്മ എസ് ഷെനോയ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം, സ്റ്റിൽ എനിക്കൊന്ന് കുറച്ച് കുട്ടികളെങ്കിലും ആദ്യമായിട്ട് പരിചയപ്പെടുന്നവരുണ്ടാവാൻ രേഷ്മയെ. രേഷ്മ കാസർഗോഡ് ജില്ലയിലെ നെഹ്റു കോളേജ്, PG ഡിപ്പാർട്ട്മെന്റ് പോലും ഇല്ലാത്ത ഒരു ചെറിയൊരു കോളേജാണ് നെഹ്റു കോളേജ് കാസർഗോഡ്. നിങ്ങൾ ആരും അത്ര കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കണ്ണൂർ സൈഡിലുള്ളവർക്കും കാസർഗോഡ് സൈഡിലുള്ളവർക്കും ഫെമിലിയർ ആയിരിക്കും. ഒരു PG ഡിപ്പാർട്ട്മെന്റ് പോലും ഇല്ല. ആ കോളേജിൽ പഠിച്ച രേഷ്മ എസ് ഷിനോയ് എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് നമ്മുടെ ജാം കോച്ചിങ്ങിൽ ഉണ്ടായിരുന്നു. ആള് ഡിഗ്രി കഴിയുന്ന, റിപ്പീറ്റ് പോലും ചെയ്തില്ല, ഡിഗ്രി കഴിയുന്ന സമയത്ത് ആള് ഗേറ്റ് എക്സാം ക്ലിയർ ചെയ്ത സ്റ്റുഡന്റ് ആണ്, ജാം എക്സാം ക്ലിയർ ചെയ്ത സ്റ്റുഡന്റ് ആണ്, ഐസർ ട്രിവാൻഡ്രത്തിന്റെ എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളാണ്, കുസാറ്റ് എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയതാണ്, JNCSRൽ കിട്ടിയ ആളാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു BSc ഓൺഗോയിങ് സ്റ്റുഡൻസ് ഇത്രയും അച്ചീവ്മെന്റ് ഒരു ഓൺഗോയിങ് സമയത്ത് കിട്ടിയിട്ടുണ്ട് ആള്. അപ്പൊ അത് നമ്മുടെ ക്ലാസ്സാണ് ആൾ കംപ്ലീറ്റ് കേട്ടത്. ആള് കഴിഞ്ഞ ഒരു 3-4 മന്ത്സ് ബാക്ക് ഇവിടെ നമ്മുടെ ക്യാമ്പസിൽ വന്നിരുന്നു. ആ സമയത്ത് ഇവിടെ ബാച്ചിലുള്ള കുട്ടികൾക്കൊക്കെ ഏകദേശം 2 മണിക്കൂറോളം ആള് നമ്മുടെ കുട്ടികളോട് സംസാരിച്ചു. ഇങ്ങനെയൊക്കെ നിങ്ങളെ നാളെ നമ്മൾ വിളിക്കും, കാരണം നിങ്ങളൊക്കെ വരുന്ന കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. അപ്പം നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ അപ്കമിങ് ജൂനിയേഴ്സിനെ ഇതിലേക്ക് പറഞ്ഞാൽ ബെഞ്ചിലേക്ക് കൊണ്ടുവരുന്നല്ലോ. കെമിസ്ട്രിയിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊക്കെ ഹെൽപ്പ്. ഇപ്പൊ ഞാൻ ഫിദയെ ആണെങ്കിലൊക്കെ എന്താണ് പല മീറ്റിങ്ങിലും കൊണ്ടുവരാറില്ല. അതെന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും പോസിബിൾ ആണ്, നിങ്ങളും അതിലേക്ക് എത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഓക്കെ, ഇനി ഇതേപോലെ ഫിദയുടെ കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. നമ്മുടെ കൂടെ ബെൻസിൽ ഉണ്ടായിരുന്ന സ്റ്റുഡന്റ് ആണ് ആള്. ഒരു ടേമും കൂടെ ആള് യൂണിവേഴ്സിറ്റി ടോപ്പർ ആയിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിയുമ്പോൾ ജാം ജസ്റ്റ് ക്വാളിഫൈഡ് ആയിരുന്നു, ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ജാം ക്വാളിഫൈഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് ആൾക്ക്, പക്ഷേ ആൾക്ക് IIT പാലക്കാടോ കിട്ടുള്ളായിരുന്നു. ഷി വാസ് നോട്ട് ഹാപ്പി വിത്ത് IIT പാലക്കാട്. ആൾക്ക് എന്തായാലും IIT മദ്രാസോ IISCO വേണമെന്ന് ആൾക്ക് നിർബന്ധമാണ്. അപ്പൊ ഡിഗ്രി തേർഡ് ഇയർ കഴിയുമ്പോൾ ജാം കിട്ടിയ ആളാണ്. ഈവൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഏറ്റവും കൂടുതൽ കോളേജുകൾ വരുന്നതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അത്രയും കോളേജുകൾക്കിടയിലെ യൂണിവേഴ്സിറ്റി ടോപ്പറാണ് ഫിദ. പക്ഷെ ആളുടെ എന്താണ്, ആൾക്ക് ഇനിയും IIT മദ്രാസ് തന്നെ വേണം, അല്ലെങ്കിൽ ഈ IISc അതിൽ ഏതെങ്കിലും ഒന്ന് വേണമെന്ന് ആൾക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ആള് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ആ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആള് നാഷണൽ ലെവലിൽ ഫസ്റ്റ് റാങ്ക് വരെ വന്നു. ഓക്കെ അല്ലേ? അപ്പൊ നാഷണൽ ലെവലിൽ ഫസ്റ്റ് റാങ്ക് വരിക മാത്രമല്ല, നിങ്ങൾക്കറിയാം CUTയുടെ ഓൾ ഇന്ത്യ റാങ്ക് 1 ആണ്. ജാം ഓൾ ഇന്ത്യ റാങ്ക് 5 എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, 10-20 വർഷത്തോളം നോക്കുകയാണെങ്കിൽ ഒരു തവണയും 20 ബിലോ ജാം റാങ്ക് വന്നിട്ടില്ല. അതുപോലും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് കേപ്പബിൾ ആണെന്നാണ് അത് കാണിക്കുന്നത്. IIScയിൽ കിട്ടി, പറഞ്ഞെല്ലാം ഗേറ്റ് കിട്ടി. അതേപോലെ തന്നെ ഗേറ്റിൽ 387 റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം നിങ്ങളോട് പറയാം, നിങ്ങളുടെ കോളേജിലെ PG കഴിഞ്ഞ ഏത് കുട്ടികളെടുക്കും, ഇപ്പൊ ഗേറ്റിന്റെ റിസൾട്ട് ഒരു മാർച്ച്, നിങ്ങളുടെ ജാമിന്റെ റിസൾട്ട് വരുമ്പോൾ തന്നെ വരും. ഗേറ്റിന്റെ റിസൾട്ട് March 19 വരും. ആ March 19 വരുമ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ എത്ര കുട്ടികൾക്ക്, PSCക്കാരുടെ ഞാൻ പറയുന്നില്ല, MSc കഴിയുമ്പോൾ എത്ര കുട്ടികൾക്ക്, നിങ്ങളുടെ കോളേജിലൊക്കെ PG ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ PG ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസിനോട് ചോദിക്കാം, എത്ര പേര് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നും ഗേറ്റ് കിട്ടി. ആ ഗേറ്റ് കിട്ടിയവർ അപൂർവം ഉണ്ടാവാം ഓൺഗോയിങ് സമയത്ത് തന്നെ. അവരിൽ എത്ര പേർക്ക് 1000 ബിലോ റാങ്ക് ഉണ്ട്, എത്ര പേർക്ക് 500 ബിലോ റാങ്ക് ഉണ്ട്. റയർ ചാൻസ് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ ഓൾ ഓവർ കേരള MSc കഴിയുമ്പോൾ 500 ബിലോ റാങ്ക് കിട്ടുന്ന PG കുട്ടികളുടെ എണ്ണം ഒരു 2 or 3 ആയിരിക്കും. എത്ര കുട്ടികൾ PG പഠിക്കുന്നുണ്ട്? അത്രയും ബിലോ 500 റാങ്ക് വരെ നമ്മുടെ BSc കുട്ടികൾ എത്തുന്നുണ്ട്. അത് മാത്രമല്ല, BSc കുട്ടികൾ കഴിഞ്ഞ തവണ 25 കുട്ടികൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ സ്മാർട്ട്നെസ് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ ഇപ്പോൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് നമ്മുടെ കൂടെയുള്ള കുട്ടികൾ ഇത്രയൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും UG ചെയ്യുമ്പോഴും PG ചെയ്യുമ്പോഴും നിങ്ങൾ ഒരു ഡെഡിക്കേറ്റഡ് ആയി, നിങ്ങൾ +2 പഠിക്കുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് കുറെ പേര് MBBSന് പോയിട്ടുണ്ടാവും, എഞ്ചിനീയറിംഗിന് പോയിട്ടുണ്ടാവും. അവരൊക്കെ ഇപ്പോൾ പഠിക്കുന്ന ഒരു സിലബസ് ഉണ്ടാവും. ഇപ്പൊ മെഡിസിന് പോയ ആളുകൾ ഇപ്പൊ എന്തുണ്ടാവും, സീരിയസ് ആയിട്ട് അവർക്ക് ഒരുപാട് പഠിക്കാൻ കണ്ടന്റ് ഉണ്ടാവും, അത് പഠിക്കുന്നുണ്ടാവും. അവര് പഠിക്കുന്ന പോലെ, ഞാനും അവരുടെ ക്ലാസ്സിൽ ഇരുന്ന കുട്ടികളാണ്.
ഞാൻ പ്ലസ് ടു ഞങ്ങൾ ഒരുമിച്ചിരുന്നവരല്ലേ. അവര് പഠിക്കുന്ന പോലെ മിനിമം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല പൊസിഷനിലേക്ക് വരെ എത്താൻ കഴിയും വിത്ത് ദിസ് കെമിസ്ട്രി. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മുടെ മുന്നിൽ ഇപ്പൊ ഫിദയുടെ നിങ്ങൾക്ക് അറിയാം, ഫിദയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എന്താണ് ന്യൂസ് തന്നെ മനോരമയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊടുത്തതല്ല കേട്ടോ, മനോരമക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ആളെ കുറിച്ച് എഴുതിയത്. ചെറിയ കാര്യമല്ല, കേരളത്തിൽ ഇതുവരെ ഇതിന്റെ മുന്നേ എന്തില്ല അങ്ങനത്തെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായിട്ടില്ല. പക്ഷെ ആളെന്താണ്, അത്രയും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ നമുക്കൊക്കെ പോസിബിൾ ആണ്. ഇതേ ഫിദയാണ് ഒരു വർഷം മുന്നേ ജാം എഴുതിയിട്ട് നിങ്ങളുടെ കൂടെയുള്ള കുറെ കുട്ടികളില്ലേ, നിങ്ങളുടെ കൂടെയുള്ള എത്ര കുട്ടികളാണ് ഇപ്പൊ IIT ഓൺ ഗോയിങ് സമയത്ത് തന്നെ എന്താണ് 30 എബോവ് സ്കോർ വന്ന എത്ര കുട്ടികളുണ്ട്. ഷെഹബാസ്, അതേപോലെ ഉവൈസിനൊക്കെ നിങ്ങൾക്ക് അറിയാം, അവരൊക്കെ IIT മദ്രാസിൽ പോകുന്ന കുട്ടികളാണ്. മറ്റ് IIT വെച്ച് നോക്കുമ്പോൾ എത്ര പേരുണ്ട്. അവരെക്കാളൊക്കെ എന്ന് പറഞ്ഞാൽ ഫിദയും ഒരു കാലത്ത് അത്രയും ടോപ്പ് സ്കോർ ജാമിൽ കിട്ടാൻ പ്രയാസപ്പെട്ട കുട്ടിയായിരുന്നു. പക്ഷെ ആളെന്ത് ചെയ്തു, ഹാർഡ് വർക്ക് കൊണ്ട് അതിലെത്തിച്ചു. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഏത് പൊസിഷനിലാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വെറീഡ് ആവേണ്ട. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് പൊസിഷനിലേക്ക് എത്തും. അത് ഞാൻ എന്റെ കയ്യിൽ ലാസ്റ്റ് സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കൂടെ അഞ്ജന എന്ന് പറഞ്ഞ കുട്ടിയുടെ 2023 ജാമിന്റെ മാർക്കും 24 ജാമിന്റെ മാർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. എത്ര ഡിഫറൻസ് ഉണ്ട് നോക്കാം. 2023 ആൾക്ക് ജാമിന് 1 മാർക്കാണ്. ആളുടെ ആ സ്കോർ കാർഡ് ഞാൻ ഈ സ്ലൈഡിന്റെ ലാസ്റ്റിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതേ അഞ്ജനയാണ് ഇപ്പൊ IIT മദ്രാസിൽ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് അവസാനത്തേക്ക് പോകുമ്പോൾ കാണാം. അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റുഡൻസും പല മേഖലകളിൽ നല്ല രീതിയിൽ എക്സൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും, നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. BSc കെമിസ്ട്രി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലബോറട്ടറി അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ എന്താണ് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അമൃതേഷ് എന്ന് പറയുന്നത്. ഞങ്ങൾ BSc കെമിസ്ട്രി ഒരുമിച്ചായിരുന്നു. ആളും ആളുടെ വൈഫും രണ്ടുപേരും മെറ്റലർജി ഡിപ്പാർട്ട്മെന്റിലാണ്. ചെന്നൈയിലാണ് അവർ, റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ 42,000 ആണ്. ഇപ്പൊ അവർക്ക് ഏകദേശം 75, 4-5 വർഷമായിരുന്നു. ഓരോരുത്തർക്കും എന്തുണ്ട്, ഏകദേശം 80,000 അടുത്തുണ്ട്. BSc കെമിസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള എക്സാം ആണ്. പക്ഷെ അവർ MSc കൂടെ കഴിഞ്ഞിട്ടുണ്ട്, MSc കഴിഞ്ഞു. അപ്പൊ കുറച്ചും കൂടെ നോളജബിൾ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ എൻട്രൻസ് എക്സാം ആണ്. അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും നമുക്ക് നല്ല സബ്ജക്ട് നോളജ് വേണം. എന്ന് പറഞ്ഞാൽ ISROയിലായിട്ടും പല BSc കെമിസ്ട്രി മിനിമം ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് വിളിക്കുന്ന എക്സാമുകളാണ് ഞാൻ ഈ കാണിച്ചത്. ഒക്കെ PSCയുടെയാണ്. അപ്പൊ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ഒരു 4-5 വർഷം കഴിയുമ്പോഴേക്കും 50,000 ആൻഡ് എബോവ് കിട്ടാവുന്നതാണ്. പക്ഷെ ഇതൊക്കെ എൻട്രൻസ് എക്സാം ആയതുകൊണ്ട് നിങ്ങൾ ജാം എക്സാം എഴുതുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടി നിങ്ങൾക്കറിയാം. അതേ ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് ഇതുപോലെയുള്ള കോമൺ അഡ്മിഷനിൽ കോമൺ സെലക്ഷൻ ടെസ്റ്റ് എഴുതുമ്പോൾ ഫേസ് ചെയ്യും. അതിൽ ആരാണോ ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ളത്, ഏറ്റവും സ്കോർ ചെയ്യുന്ന ആളുകൾ, അത് അവരോ എത്തുള്ളൂ. ആദ്യത്തെ 10 പേര്, 5 പേര്, 15 പേരൊക്കെ എത്തുള്ളൂ. അപ്പൊ അത്രമാത്രം ഏബിൾ ആയി മാറുന്നുണ്ടോ ഞാൻ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കണം. അല്ലാതെ കെമിസ്ട്രി എടുത്തിട്ട് ജോലി കിട്ടാത്ത പ്രശ്നമല്ല, അതിന് മാത്രം നിങ്ങൾ കേപ്പബിൾ ആവാത്തത് കൊണ്ട് ജോബ് കിട്ടാത്ത പ്രശ്നം മാത്രമേ നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നുള്ളൂ. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മുടെ MSc കെമിസ്ട്രി കഴിയുന്നതോടുകൂടി പിക്ചർ ആകെ മാറും. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞാണ്, ഗേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 86,000 അല്ല, 25 ലാഖിനടുത്ത് വന്നിട്ടുണ്ട് ഇപ്പം സാലറി. ഒരു വർഷം അറൌണ്ട് 25 ലാഖ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഓരോ മാസവും 2 ലാഖ് എബവ് സാലറി കിട്ടും. അങ്ങനെ നോക്കി FSSIയിലുണ്ട്. അതേപോലെ തന്നെ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട്, ജിയോ സയന്റിസ്റ്റ് ആയിട്ട് പോവാം. അതേപോലെ തന്നെ പാറ്റന്റ് ഓഫീസറായിട്ട് പോവാം, അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് പോവാം. എല്ലായിടത്തും മിനിമം 80,000 ആൻഡ് എബവ്. അതിൽ തന്നെ മെജോറിറ്റി പോസ്റ്റുകളിലേക്കും 1 ലാഖ് ആൻഡ് എബവ്. ONGCയും IOCയിലൊക്കെ പോലെയുള്ള സെൻട്രൽ ഗവൺമെന്റ് പ്യൂർലി കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ 2 ലാഖ് വരെ പാക്കേജ് കിട്ടുന്നുണ്ട്. IIT മദ്രാസിലെ MSc ബാച്ച് എടുത്തു കഴിഞ്ഞാൽ ആ MSc ബാച്ചിലെ പല കുട്ടികളും പോകുന്നത് ഈ ONGCയിലും അതേപോലെ തന്നെ അതുപോലെയുള്ള ഹൈ പെയ്ഡ് ആയിട്ടുള്ള ജോബിലേക്കാണ്. എല്ലാവരും അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനല്ല പോകുക. കേരളത്തിലാണ് കുറച്ചും കൂടെ എല്ലാവരും ടീച്ചർ ആവുക, ബ്രിഗേഡ് എടുക്കുക, അസിസ്റ്റന്റ് പ്രൊഫസർ ആവുക. നല്ലത് തന്നെയാണ്, അല്ല എന്നല്ല. അതിനേക്കാളും നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആക്കുന്ന നിങ്ങളുടെ കാലിബറിനും നിങ്ങളുടെ പൊട്ടൻഷ്യലിനും അനുസരിച്ചുള്ള വീണ്ടും പല ജോബുകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കാണിച്ചിരിക്കുന്നതെല്ലാം UPSCയിൽ വരുന്നതാണ്. അല്ലെങ്കിൽ എന്താണ്, അസിസ്റ്റന്റ് പ്രൊഫസർ നമുക്ക് അല്ലാതെയുണ്ട്, കേരള ഗവൺമെന്റ് അണ്ടറിലുണ്ട്. ഇനി അത് മാത്രമല്ല, ഈ ജോബുകളുടെ ഒക്കെ പ്രത്യേകത എല്ലാ വർഷവും ചിലപ്പോൾ 30-40 പേരൊക്കെ എടുക്കുള്ളൂ, 50 പേരെ എടുക്കുള്ളൂ. എന്നാൽ മിനിമം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സബ്ജക്റ്റിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക്
റിസർച്ചിന് പോവാവുന്നതാണ്. എവിടൊക്കെ റിസർച്ച് ചെയ്യാം? IIT മുതൽ IISER, NITs, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ കോളേജുകളിൽ വരെ നിങ്ങൾക്ക് റിസർച്ച് സ്കോളേഴ്സിനെ കാണാം. എന്ന് പറഞ്ഞാൽ 3000 മുതൽ 4000-ഓളം റിസർച്ച് സ്കോളേഴ്സിനെ ഓരോ വർഷവും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ഇത്രയും IIT ഐസറിലൊക്കെ നോക്കാം. പക്ഷെ ഇത്രയും നമ്പർ എടുക്കുന്നത് മാത്രമല്ല, ഓരോ ആളുകൾക്കും HRA അടക്കം അറൌണ്ട് 45,000 to 53,000 കിട്ടും. ജോയിൻ ചെയ്യുമ്പോൾ 37,000 ആണ്. അതിന്റെ HRA 24% വരുമ്പോൾ 45 ആയി. കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് 53,000 ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അറൌണ്ട് 50,000 പെർ മന്ത് കിട്ടാം. ഒരുപാട് പോസ്റ്റ് ഉണ്ട്. ഇതിന്റെ മിനിമം ക്രൈറ്റീരിയ എന്താ അറിയാം? മിനിമം ക്രൈറ്റീരിയ ഒരു ഗേറ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. ഗേറ്റിൽ ഏത് റാങ്ക് ആയാലും കുഴപ്പമില്ല. മിനിമം ഗേറ്റ് ക്വാളിഫൈഡ് സ്റ്റുഡന്റ്. കഴിഞ്ഞ തവണ ഗേറ്റ് കിട്ടാത്ത എന്നാൽ മറ്റൊന്ന് രണ്ട് കാറ്റഗറിയിലൂടെ കയറിയ കുട്ടികളുണ്ട്. എന്ന് പറഞ്ഞാൽ ഗേറ്റിൽ ഏതെങ്കിലും ഒരു റാങ്ക് ഉണ്ടായാൽ പോലും നിങ്ങൾ എന്താണ് ഡയറക്റ്റ് ആയിട്ട് IIT മുതൽ ഏറ്റവും താഴെയുള്ള എന്താണ് അല്ലെങ്കിൽ ലോവർ ഗ്രേഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരെ നിങ്ങൾക്ക് കൊടുക്കാം. ഗേറ്റിന് 2000 സംതിങ് റാങ്ക് കിട്ടിയ 3 കുട്ടികൾ, 2000 to 2500 റാങ്കിൽ വന്ന 3 കുട്ടികൾ ബെൻസിൽ നിന്ന് തന്നെ IIT മദ്രാസിലും IIT ഖരഗ്പൂരിലും IIT ധൻബാദിലുമായിട്ട് പോയിട്ടുണ്ട്. IIT പാലക്കാട് ഒരാൾ പോയിട്ടുണ്ട്. 4 പേര്. അവരുടെ റാങ്ക് 2000 മുതൽ 2500 റേഞ്ചിലാണ് ഗേറ്റിൽ. ആ റാങ്കിനേക്കാളും താഴെ ബെൻസിലിൽ 25 കുട്ടികൾ BSc കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു BSc പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടികളൊക്കെ പഠിച്ച് അവരുടെ ഏകദേശം കാര്യങ്ങൾ സെറ്റിലാക്കുന്ന ലെവലിലേക്ക് മാറുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ആണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നടത്തേണ്ടത്. ഈ സമയം അതിനു വേണ്ടിയുള്ളതാണ്. അല്ലാതെ ഇപ്പൊ നോക്കി കുട്ടികളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നാളെ എക്സാമുകൾ ഉണ്ടാവാം. അതിൽ എന്താണ് ഞാനൊന്നും പറയുന്നില്ല. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഉണ്ടാകാൻ തിരക്കുണ്ടാവും. പക്ഷെ ഇറ്റ്സ് എ മാറ്റർ ഓഫ് 1 hour. ഇങ്ങനെ പലപ്പോഴായിട്ട് നമ്മൾ മിസ്സായിട്ടുള്ള സമയങ്ങളാണ് നമ്മൾ ആഗ്രഹിച്ച പല സ്ഥലത്തും നമ്മൾ എത്താതിരിക്കാൻ. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള വർക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിർബന്ധമായും വേണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇനി കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ 3rd ഇയർ കഴിഞ്ഞ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട്, 3rd ഇയർ കുട്ടികളുണ്ട്, 2nd ഇയർ കുട്ടികളുണ്ട്, ഫസ്റ്റ് ഇയറിലുള്ള കുട്ടികൾ പോലും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അവർക്ക് ജനറൽ ആയിട്ടുണ്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരാം. ജാമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതൊന്ന് കേട്ടിരിക്കുക. കാരണം ടുവേർഡ്സ് എന്റെ എനിക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ജോബുകൾ നമ്മുടെ മുന്നിലുണ്ട്. ജോബ് കിട്ടാൻ കുറെ കാലം കാത്തുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ അരുന്ധതിയുടെ കാര്യം, MSc കഴിഞ്ഞ് വിത്തിൻ 6 months മോർ ദാൻ 1 lakh സാലറിയിൽ കയറിയ സ്റ്റുഡന്റിന്റെ കാര്യം. അവരൊക്കെ പഠിച്ച നാട്ടിലൊരു കോളേജിലാണ്. ഇനി IIT പോയാൽ ഈസി ആയിട്ട് കിട്ടാവുന്നതാണ്, പ്രോബിലിറ്റി കൂടാവുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് നിങ്ങൾ വരുമ്പോൾ യു ഷുഡ് ചൂസ് എ ബെസ്റ്റ് ക്യാമ്പസ്. നിങ്ങളിപ്പോ ബെൻസിലിന്റെ ഭാഗമായി അല്ലെ, പല ആളുകളും ബെൻസിലിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ പല ആളുകളല്ല, ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ബെൻസിലിന്റെ ഒരു ഒഫീഷ്യലി ഒരു കോഴ്സിന് എൻറോൾ ചെയ്താണ്. ബെൻസിൽ നിങ്ങൾക്ക് തന്ന സപ്പോർട്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. എക്സാമുകൾ കണ്ടിന്യൂസ് ആയിട്ട്, റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നു, ക്ലാസ്സുകൾ എടുക്കുന്നു, സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഡിസ്കഷനിൽ കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ താഴേക്ക് ബെൻസിൽ കൊണ്ടുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ കോളേജിലെ ക്ലാസ്സുകൾ മാത്രം കേൾക്കുകയും കോളേജ് ആക്ടിവിറ്റീസിൽ മാത്രം ഇൻവോൾവ് ആവുകയും ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലെത്തും. എന്തായാലും ബെൻസിലിന്റെ ഭാഗമായതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റിയിൽ ഉണ്ടായ മാറ്റം എത്രയാണ് എന്ന് നിങ്ങൾക്കറിയാം. ചില ആളുകൾ ബെൻസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവർ ക്ലാസ്സുകളൊന്നും കാണുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആവാൻ സമയം കിട്ടാതിരുന്നത് കൊണ്ട് ചിലപ്പോൾ ആ ഒരു ഡിഫറൻസിൽ അല്ലെങ്കിൽ ആ ചേഞ്ച് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് ഓരോ സ്റ്റുഡന്റിന് അനുസരിച്ചാണ്. ഇതേപോലെയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായി നിങ്ങൾ മാറുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ അതിനേക്കാളും എത്രയോ നല്ല ഹൈറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അതാണ് ചില ആളുകൾ TIFRൽ പോകുന്നു, ചില ആളുകൾ IIScയിൽ പോകുന്നു, ചില ആളുകൾ IITയിൽ പോകുന്നു. എന്നാൽ ഇവരൊന്നുമായിട്ട് ഇവർ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അവർക്ക് ഉണ്ടാകുന്ന ലാബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്കിൽ, അവർക്ക് ഉണ്ടാകുന്ന കെമിസ്ട്രി എക്സ്പെർട്ടൈസ്, അവർക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം സോൾവിങ് സ്കിൽ, അത് നാട്ടിലെ ഒരു സാധാരണ ഒരു കോളേജിലോ അല്ലെങ്കിൽ ലിമിറ്റഡ് ഫെസിലിറ്റിയിലൂടെ പോകുന്ന ഒരുപാട് ലിമിറ്റേഷൻസിലൂടെ പോകുന്ന നമ്മുടെ പല കോളേജിലും ചിലപ്പം
സഫീഷ്യന്റ് ആയിട്ടുള്ള ലാബ് ഫെസിലിറ്റി. ഇപ്പൊ നിങ്ങൾക്ക് തോന്നാം നിങ്ങളുടെ ലാബിൽ എല്ലാ ഫെസിലിറ്റി ഉണ്ട്, കാരണം നിങ്ങൾ മറ്റൊരു ലാബ് കണ്ടിട്ടില്ല. NMRI നിങ്ങൾ പഠിച്ച എല്ലാ ഇൻസ്ട്രുമെന്റ്സും കാണാൻ കഴിയും നിങ്ങൾക്ക് IISc-ലോ IIT മദ്രാസിലോ പോയാൽ. ഈ പറഞ്ഞ എത്ര ഇൻസ്ട്രുമെന്റ് നിങ്ങളുടെ കോളേജിൽ ഉണ്ടാവും? നിങ്ങളുടെ കോളേജിൽ കറന്റ് അവൈലബിൾ ആയിട്ടുള്ളതിന്റെ ഒരു 50 ടൈംസ് ഇൻസ്ട്രുമെന്റ്സും ഫെസിലിറ്റീസും നിങ്ങൾക്ക് എവിടെ കാണാം? IIT-കളിലും IISc-കളിലും കാണാം. NMR, IR, മാസ് എന്നൊക്കെ പറഞ്ഞ ഒരു മാസ് സ്പെക്ട്രോമീറ്ററിന് 3 കോടി 4 കോടി വരും. അങ്ങനത്തെ 5-6 ഇൻസ്ട്രുമെന്റ് മദ്രാസിലുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ മാസ് സ്പെക്ട്രോമീറ്റർ ഉള്ളത് എവിടെയാണ്? എനിക്ക് തോന്നുന്നു IIT മദ്രാസിൽ മാത്രം 5 മാസ് സ്പെക്ട്രോമീറ്റർ ഉണ്ട്. പക്ഷെ കേരളത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഐസറിനെ ഞാൻ കേരളത്തിലായി കൂട്ടുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ കേരളത്തിലെ നോർമൽ കോളേജുകൾ എടുക്കുകയാണെങ്കിൽ ഒരു കുസാറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കുസാറ്റിൽ NMR ഉണ്ട്. മാസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വേറെ ഒരു കോളേജിലും ഇല്ല. നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ മാസ് സ്പെക്ട്രോമെട്രി ഉണ്ടോ? NMR സ്പെക്ട്രോമീറ്റർ ഉണ്ടോ? ആരെങ്കിലും കോളേജിലുണ്ടോ? ഉണ്ടാവില്ല. അത്രയും കോസ്റ്റ്ലി ആണ് ഇൻസ്ട്രുമെന്റ്. ഏതെങ്കിലും കോളേജിലുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. NMR സ്പെക്ട്രോമീറ്റർ ഏതെങ്കിലും കോളേജിലുണ്ടോ? ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫറൻസ്. അപ്പൊ നിങ്ങൾ ഈ ഫെസിലിറ്റിയിലൂടെ പോകുമ്പോൾ MSc കെമിസ്ട്രി പഠിക്കുന്ന IIT മദ്രാസിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ്, ഞങ്ങൾക്കറിയാം, ഞാനൊക്കെ അവിടെ ലാബ് TA ആയിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ PhD ചെയ്യുന്ന സമയത്ത് നമ്മളാണ് ഓരോ MSc സ്റ്റുഡൻസിനെ കൊണ്ടും ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ചെയ്യിക്കേണ്ടത്. MSc കെമിസ്ട്രി പഠിക്കുന്ന സ്റ്റുഡൻസ് ഈ പറഞ്ഞ എല്ലാ ഇൻസ്ട്രുമെന്റ്സിനും എക്സ്പെരിമെന്റ് ചെയ്ത് കഴിയും. നമ്മുടെ നാട്ടിൽ MSc കെമിസ്ട്രി കഴിയുമ്പോൾ സ്റ്റുഡൻസിന് ഈ ഇൻസ്ട്രുമെന്റ് അവർ കണ്ടിട്ട് പോലും ഉണ്ടാവും. എന്നാൽ IIT-യിലും IISc-യിലും കുട്ടികൾ അവരുടെ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും ഡിഫറൻസിലൂടെ പോകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അവിടെ നിന്നും കഴിയുന്ന കുട്ടികളുടെ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാകും. ആ ഡിഫറൻസ് ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് പ്ലേസ്മെന്റ്സ് ഒക്കെ അവിടെ പോയി സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്നത്. കാരണം ആ കുട്ടികൾ അത്രയും കേപ്പബിൾ ആയിരിക്കും. അപ്പം അവിടെ നിങ്ങൾക്ക് 1 ഇപ്പം IIT മദ്രാസിൽ 1 crore എബോവ് പാക്കേജിൽ പ്ലേസ്മെന്റ് കിട്ടിയ 17 പേരാണ് 2025 കെമിസ്ട്രിയിലല്ല. കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ സ്കെയിൽ കുറച്ചും കൂടെ മാറാം. പക്ഷെ ഞാൻ പറയുന്നു, അത്രയും പാക്കേജിൽ വരെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ അത്രയും സ്മാർട്ട് ആയിരിക്കും എന്ന് പറഞ്ഞാൽ IIT മദ്രാസ് എന്ന് പറയുന്ന സിസ്റ്റം കുട്ടികളെ അത്രയും സ്മാർട്ട് ആക്കി മാറ്റിയിട്ടുണ്ടാകും എന്നുള്ളത് പുറത്തുള്ള സൊസൈറ്റിക്ക് അറിയാം. അപ്പൊ കുട്ടികൾ അത്രയും കേപ്പബിൾ ആയി മാറാം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഒരു സിസ്റ്റത്തിന്റെ, ഒരു ഹൈ ക്വാളിറ്റി സിസ്റ്റത്തിന്റെ ഭാഗമാകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ലെവലും അതിനനുസരിച്ച് മാറും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അങ്ങനെയുള്ള നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ IIT-കളിലോ അല്ലെങ്കിൽ NIT-കളിലോ ഐസറിന്റെ ഒക്കെ ഭാഗമാകാനുള്ള ഒരു എക്സ്ട്രീം എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ആ ഉണ്ടായി കഴിഞ്ഞാൽ MSc കഴിയുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ ജോബുകളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഒരു ഡെഫിനറ്റ് ആയിട്ടും ഓപ്പൺ ആയിരിക്കും. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന എല്ലാം IIT മദ്രാസ് ആണ്. IIT മദ്രാസിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിലൂടെ ഞാനൊക്കെ 5-6 വർഷം സ്പെൻഡ് ചെയ്ത ഓരോ ഇത് സെന്ററിൽ കാണുന്നത് മെസ്സാണ്, ഹിമാലയ മെസ്സ്. ഇത് പുതിയ അക്കാഡമിക് ബ്ലോക്ക് ആണ്. ഇത് നമ്മുടെ ഹോസ്റ്റലിന്റെ ബാക്കിലുള്ള ഗാർഡൻ ഏരിയ ആണ്. അവിടെ ഫുൾ ടൈം ആനുകളായിരിക്കും. നമുക്ക് സൈക്ലിംഗ് നടത്താം. ഇത് ലൈബ്രറിയാണ് ഈ റോഡ് നേരെ പിന്നെയുള്ളത്. അപ്പം ഇത്രയും നല്ല നല്ല ക്യാമ്പസുകളാണ്. ഇത് മദ്രാസ് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും നല്ല നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഭാഗമാകുമ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും നിന്നും അപ്പൊ നിങ്ങൾ അതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റിയിലും നിങ്ങൾക്ക് മാറ്റം വരാം. ഇനി ഇതിലൂടെ പോകാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ ഞാൻ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്, ഐസർ ട്രിവാൻഡ്രം ആണ്, IISc ആണ്, പലതും ഉണ്ട്, പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട്. ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് ഇലാബറേറ്റ് ചെയ്യുന്നില്ല. ഇതിന്റെ ഏതെങ്കിലും ഒന്നിന്റെ ഭാഗമാകാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്ട്രീം എഫേർട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് ഇതിലേക്കുള്ള നമ്മുടെ ഓപ്പണിംഗ് ആണ്. ഇപ്പം ഡിഗ്രി 3rd ഇയർ സ്റ്റുഡൻസിന് ഈ കാര്യങ്ങൾ അറിയുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ അവസാനം വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ലൈഡ് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് നിങ്ങൾ അതിന് ഞാൻ പോവാന്ന് പറഞ്ഞ് പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വേണ്ട ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും മിസ്സാകും. നമ്മുടെ കരിയറിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഫ്യൂച്ചർ അടുത്ത 40 ഇയേഴ്സ് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ മുന്നിൽ എന്തുണ്ട്? ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, IIT JAM എക്സാം വഴി നിങ്ങൾക്ക് NIT-കളിൽ അഡ്മിഷൻ കിട്ടാം. ഒരു IIT മദ്രാസ് മാത്രമല്ല, 20-ൽ കൂടുതൽ IITs ഉണ്ട്. IIT മദ്രാസിൽ മാത്രം കഴിഞ്ഞ തവണ ബെൻസിൽ നിന്നും 17 കുട്ടികൾ പോയിട്ടുണ്ട്. അങ്ങനെ പല IIT-കളിലും കിട്ടിയ കുട്ടികളുണ്ട്. പല ഐസർ ട്രിവാൻഡ്രത്ത് 2023-ൽ 20-ൽ 13 കുട്ടികൾ ബെൻസിൽ നിന്നും പോയിട്ടുണ്ട്. NIT-ൽ ഒരുപാട് കുട്ടികൾ 25-ൽ 17, 18, അതൊക്കെ ഡാറ്റ ഞാൻ അവസാനം കാണിക്കും. അതേപോലെ തന്നെ കുസാറ്റ് നിങ്ങൾ കണ്ടതാണ്, റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 30-ൽ 27 പേര് നമ്മുടെ കൂടെ പോയിട്ടുണ്ട്.
കാലിക്കറ്റും എം ജിയിലൊക്കെ ഫസ്റ്റ് റാങ്ക് നമ്മുടെ കുട്ടികൾക്കുണ്ട്. സി യു ഇ ടി, അതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. സി യു ഇ ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഒരുമിച്ച് നടത്തുന്ന എക്സാം ആണ്. അതിൽ 1000-ഓളം പി ജി സീറ്റുകൾ ഉണ്ട്. ഇതൊക്കെ നമുക്കുള്ളതാണ്. ഇത്രയും കോച്ചിങ്ങും ഇത്രയും ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ഈവൻ ഇതിൽ ഏതെങ്കിലും ഒന്നുപോലും കിട്ടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മുടെ കൂടെയുള്ള ഈ ഒരൊറ്റ നമ്പർ നിങ്ങൾ ആലോചിച്ചാൽ മതി. ബെൻസിൽ മാത്രം എടുക്കുകയാണെങ്കിൽ പല ഐ ഐ ടികളും ഐസറും സി യു ഇ ടിയും, ഞാൻ കുസാറ്റും എം ജി യൂണിവേഴ്സിറ്റി എടുക്കുന്നില്ല, സി യു ഇ ടി, ഐസർ, എൻ ഐ ടി, ഐ ഐ ടി, ഇത്ര ഒരു 150 പേരെങ്കിലും കഴിഞ്ഞ വർഷം ഇത്രയും സ്ഥലത്ത് പോയിട്ടുണ്ട്. ഈ വർഷവും എന്തായാലും 150 പേര് പോകും. അടുത്ത വർഷം ഒരു 150 പേരുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, 3 വർഷം കൊണ്ട് കേരളത്തിൽ ഐ ഐ ടി, ഐസർ, എൻ ഐ ടി മാത്രമായിട്ട് ലാസ്റ്റ് ഇയർ വരാൻ പോകും. നിങ്ങളൊക്കെ എക്സാം എഴുതിയ വർഷം, അടുത്ത വർഷം, ഈ 3 വർഷം കൊണ്ട് ഒരു 350 മുതൽ 400 ഐ ഐ ടി, എൻ ഐ ടി, ഐസർ സ്റ്റുഡൻസിന് മാത്രം ബെൻസിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 3-4 വർഷം കഴിഞ്ഞ് ഒരു ജോബിന് ട്രൈ ചെയ്യുന്ന സമയത്ത് ഇവരൊക്കെ എന്തായാലും എഴുതില്ലേ? ഇത് ഐ ഐ ടി, ഐസർ, എൻ ഐ ടി എൻസ് മാത്രം 300-400 പേരെ ബെൻസിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബെൻസിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 4 വർഷം കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഒരു പി എസ് സിയോ ഒരു യു പി എസ് സിയോ കേരളത്തിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറോ കേരളത്തിൽ ഒരു കെമിസ്ട്രി ബേസ്ഡ് ജോബോ എഴുതുമ്പോൾ ഇവരൊക്കെ എഴുതും. ഇവരോടാണ് ഞാൻ കോമ്പീറ്റ് ചെയ്യാൻ ഉണ്ടാവുക ആഫ്റ്റർ 2 or 3 years. അപ്പൊ ഞാനും മിനിമം ഈ ഒരു സ്റ്റാൻഡേർഡിലേക്ക് മാറണം, ഈ ഒരു ലെവലിലേക്ക് മാറണം എന്നുള്ളത് ഇപ്പോഴേ പ്ലാൻ ചെയ്താലോ ആഫ്റ്റർ 4-5 years ഒരു നല്ല ജോബ് കിട്ടുമ്പോൾ കോമ്പറ്റീഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഏറ്റവും നല്ല കോമ്പറ്റീറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും ടോപ്പ് റാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ നമുക്ക് കഴിയും. അപ്പൊ നമുക്ക് എന്താണ്, അറ്റ്ലീസ്റ്റ് നമ്മുടെ എം എസ് സി പഠനമെങ്കിലും ഇതുപോലെയുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമാക്കി മാറ്റണം. അപ്പൊ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഐ ഐ ടിസ് നിങ്ങൾക്ക് കാണാം, ഒരുപാട് ഐസറുകൾ ഉണ്ട്, ഒരുപാട് എൻ ഐ ടിസ് ഉണ്ട്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഭാഗമെങ്കിലും നിങ്ങൾ ആകാനുള്ള ഒരു എക്സ്ട്രീം എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണം. അപ്പൊ ജാം എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. ജാം എക്സാം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇതിൽ പാർട്ട് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എം സി ക്യു മാത്രമല്ല, ഒന്നിൽ കൂടുതൽ കറക്റ്റ് ആൻസേഴ്സ് വരുന്ന എം എസ് ക്യു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നാൽ ചില ക്വസ്റ്റ്യന്റെ വാല്യൂസ് നമ്മൾ എഴുതണം. ഇത്ര ഐസോമർ ഉണ്ട് എന്ന് ചോദിച്ചാൽ 4, 5 എന്നൊക്കെ എഴുതണ്ടേ. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ഉണ്ട്. ചിലതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട്, ചിലതിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇതെല്ലാം അറിയണം. കാരണം ജാം എക്സാം വഴിയാണ് നിങ്ങൾ ഐസറിലേക്കും ഐ ഐ ടിയിലേക്കും ഐ എസ് സിയിലേക്കും എൻ ഐ ടിയിലേക്കും ഒക്കെ കിട്ടുന്നത്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും കിട്ടുന്നത് ഈ ഒരു ഒറ്റ എക്സാം വഴിയാണ്, ജാം എക്സാം. അപ്പൊ ആ എക്സാം എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ള, അതേപോലെ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ, എത്ര മാർക്ക് വേണം എന്നുള്ളതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ അപ്കമിങ് ഡേയ്സ് പ്ലാൻ ചെയ്യാൻ കഴിയൂ. അപ്പൊ അതിൽ നിങ്ങൾക്ക് അറിയാം, ജാം എക്സാം നോക്കിക്കഴിഞ്ഞാൽ ജാം എക്സാം എന്ന് പറയുന്ന എക്സാമിന് എല്ലാവർക്കും 100-90 ഒന്നും കിട്ടില്ല. 100-80 പോലും കിട്ടൽ ഇറ്റ്സ് റയർ കേസ്. അപ്പൊ പക്ഷെ നിങ്ങൾക്ക് ഒരു 20 മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ ജാം ക്വാളിഫൈഡ് ആവാം. ഒരു 25 മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് കിട്ടും. ജാം എക്സാം പോലെയുള്ള എക്സാമിൽ നിങ്ങൾക്ക് കാണാം, ഒരു 27-25 മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ ഒരു 1500 റാങ്ക് വരും. ആ 1500 റാങ്ക് ഒക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു എൻ ഐ ടി ആയിരിക്കും കേട്ടോ. 1000-ന് താഴെ റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഐ ഐ ടിയെ കുറിച്ച് സ്വപ്നം കാണാൻ പറ്റുള്ളൂ. 500-ന് താഴെ റാങ്ക് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഐ ഐ ടി മദ്രാസിനെ കുറിച്ചോ ഐ ഐ സിയെ കുറിച്ചോ ഡ്രീം ചെയ്യാൻ കഴിയും. അപ്പൊ 500-ൽ ബിലോ റാങ്ക് വരണമെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം 400-500 ഒരു 45-50 മാർക്കെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾ ഐ ഐ ടിയുടെ ഭാഗം അല്ലെങ്കിൽ മദ്രാസിന്റെ ഭാഗമാകൂ. അപ്പൊ അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക് എന്നുള്ളത് ഞാൻ വരുന്ന സ്ലൈഡിൽ പറയും. എത്ര കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ നേരത്തെ നിങ്ങൾ പ്രിപ്പറേഷൻ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ നോക്കിയപ്പോൾ നമ്മൾ ജാം എക്സാമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. ഗേറ്റിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറയുന്നില്ല, ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഡിഗ്രി 3rd ഇയർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾ, കഴിഞ്ഞ വർഷം 25 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഒരു 35, നമ്മുടെ റിസൾട്ട് വരാൻ ഒരാഴ്ചയേ ഉള്ളൂ. ഈ വീഡിയോ അവിടെ തന്നെ ഉണ്ടാവും. സ്റ്റിൽ ഞാൻ പറയുന്നു, ഒരു 35 പേരെങ്കിലും ബി എസ് സി കുട്ടികൾ നമ്മുടെ കൂടെ ഇത്തവണ ഗേറ്റ് കിട്ടും. ഗേറ്റ് കിട്ടിയാൽ 2 വർഷം കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു ബാരിയർ നിങ്ങളുടെ മുന്നിലില്ല. നിങ്ങൾക്ക് മാസത്തിൽ 45,000 മുതൽ 50,000 രൂപയിലേക്ക് നിങ്ങൾക്ക് മാറാം. പെർ മന്ത് പാക്കേജ് കിട്ടും. അപ്പൊ ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയും മനസ്സിലാക്കുകയും വേണം. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. നിങ്ങൾ നോക്കേണ്ടത് ആ പറഞ്ഞ 25 കുട്ടികൾ ഇതാണ്. ഗേറ്റ് കിട്ടിയ ആളുകളാണ് ഇവരെല്ലാം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വെക്കുക, മാർച്ച് 19-ന് ഗേറ്റിന്റെ റിസൾട്ട് വരും. നിങ്ങളുടെ കോളേജിലെ എം എസ് സി കഴിഞ്ഞ എത്ര പേർക്ക് ഗേറ്റ് കിട്ടാൻ കഴിയുന്നു?
പക്ഷെ BSc കുട്ടികൾ വരെ ഒരു വെൽ അല്ലെങ്കിൽ എന്താണ് ട്രെയിൻഡ് ആയിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ ക്വാളിഫൈഡ് ആയി മാറുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങളൊക്കെ കോളേജിലെ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന പല BSc കുട്ടികളും ഗേറ്റ് കിട്ടും. പക്ഷെ കോച്ചിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ സീരിയസ് ആയി ഇതിനെ കാണാത്ത ഈവൻ MSc ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈവൻ PhD ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല. അതേപോലെ നിങ്ങൾ നോക്കിയേ, ഒക്കെ മദ്രാസുകാരാണ്. 2024 നോക്കിയ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞാൽ എല്ലാവരും മദ്രാസ് പോയവരാണ്. എങ്ങനെ കിട്ടിയേ? അവര് സിസ്റ്റമാറ്റിക് ആയി ക്ലാസ് ഫോളോ ചെയ്തു. നിങ്ങളൊന്ന് നോക്കിയേ, 10 വർഷം മുന്നേ ഞാൻ 2013 BSc കെമിസ്ട്രി കഴിഞ്ഞ ആള്. BSc കെമിസ്ട്രി ഞാൻ 2013 2010-13 സെന്റ് ജോസഫ് കോളേജ് ദേവഗിരിയിലായിരുന്നു. ആ വർഷം ഞാൻ ജാം എക്സാം എഴുതിയിട്ടുണ്ട്. എനിക്ക് ജാം എക്സാം 0.6 മാർക്കിന് നഷ്ടപ്പെട്ടതാണ്. പിന്നെ എനിക്കൊരു വാശിയായിരുന്നു എങ്ങനെയെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമാകണം. പിന്നീട് വന്ന NITയുടെ എക്സാം ഞാൻ എഴുതി. അന്നൊക്കെ സെപ്പറേറ്റ് എക്സാം ആയിരുന്നു. ഞാൻ അതിൽ ആദ്യം തന്നെ ഫസ്റ്റ് റാങ്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സാമിന് എനിക്കത് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും നെറ്റ് കിട്ടണമെന്ന് വാശിയായിരുന്നു. അത് കഴിഞ്ഞ് MSc കഴിയുന്നതിന് മുന്നേ നെറ്റ് എഴുതിയെടുത്തു. പിന്നെ നമുക്ക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമായി മദ്രാസിൽ പോയി. എന്ന് പറഞ്ഞാൽ ഒരു തവണ നമുക്ക് കിട്ടാത്ത 2013 ഒന്നും കിട്ടാത്ത ഒരാളായിരുന്നു ഞാൻ. എന്നാൽ 2020 ആകുമ്പോഴേക്കും IIT മദ്രാസിൽ നിന്ന് ഞാൻ എന്റെ PhDയുടെ വർക്ക് തീർന്നു. അപ്പൊ നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്താവുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ പറയുന്നത് 2013 IIT മദ്രാസിൽ ഒരു സ്റ്റുഡന്റിന് പോലും കേരളത്തിൽ നിന്നും, ഇന്ത്യയിലുള്ള കാര്യം ഇന്ത്യയിൽ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും അല്ലെ, കേരളത്തിൽ നിങ്ങൾ കാണാം ഒരു സ്റ്റുഡന്റിന് പോലും കിട്ടിയിട്ടില്ല. എന്നാൽ 2014 സംഗീത് ദാസ് എന്ന് പറയുന്ന സ്റ്റുഡന്റിന് ഗവൺമെന്റ് കോളേജ് മടപ്പള്ളി, കേരളത്തിൽ നിന്ന് ഒരു ഒറ്റ കുട്ടിക്കാണ് IIT മദ്രാസ് കിട്ടിയത്, സംഗീത് ദാസ്. 2015 വരുമ്പോൾ ജിഷ പ്രിയങ്ക കോഴിക്കോട് ദേവഗിരി കോളേജിലെ, മടപ്പള്ളി കോളേജും കോഴിക്കോടാണ് വരുന്നത്. ഞാൻ ഞാൻ IIT മദ്രാസിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടുന്ന് എല്ലാ ഡാറ്റയും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. നോക്കി, 2015 2 പേര്, 2016 വീണ്ടും മടപ്പള്ളി കോളേജിൽ നിന്ന് ഒരു സ്റ്റുഡന്റ് ആണ്. 2017 കേരളത്തിൽ നിന്നും ഒരു സ്റ്റുഡന്റിന് പോലും IIT മദ്രാസിൽ കിട്ടിയില്ല. അപ്പൊ എന്തായാലും IIC കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പൊ മദ്രാസിലും IICയിലും ആയിട്ട് കിട്ടുന്നവരുടെ എണ്ണം 0 to 1 ആണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇജാസ് സാറിന്റെ ക്ലാസ് ഒക്കെ നിങ്ങൾ ആപ്പിൽ കാണുന്നതാണ്. ഇജാസ് സാറാണ് 2021 കേരളത്തിൽ നിന്നും IIT മദ്രാസിൽ പഠിച്ച ഒരേ ഒരു സ്റ്റുഡന്റ്. എന്നാൽ ബെൻസിൽ സ്റ്റാർട്ട് ചെയ്തു 2021. അതിനുശേഷം 2022 ഇതില് 3 പേര് നമ്മുടെ കുട്ടികളാണ്. 6 പേരിൽ 3 പേര് നമ്മുടെ കുട്ടികളാണ്. ഒരു 2 വർഷം കൂടെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് കാണാം ഇതില് അസ്ന ആൻഡ് ലക്ഷ്മി പ്രിയ, ഈ 2 പേരല്ലാത്ത എല്ലാ ആളുകളും, 17 പേരാണ്. ആദിത്യ ബാബു, അമലേത് വരെയുണ്ട്. 17 പേരെന്താണ് ബെൻസിലെ കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം IIT മദ്രാസിൽ 60 കുട്ടികൾ പഠിച്ച സമയത്ത് 2013 0, കേരളത്തിൽ നിന്ന് ഒരാൾ പോലും ഇല്ലാത്ത സമയത്ത് എക്സാക്ട്ലി 10 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തോ ചെയ്തു, 20 പേരെ കേരളത്തിൽ നിന്നും IIT മദ്രാസിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ 17 പേരെയും അയച്ചത് നമ്മുടെ ഈ ക്ലാസ്, നിങ്ങളെപ്പോലെ ക്ലാസ്സിൽ ഇരുന്ന കുട്ടികളാണ്. ഈ ക്ലാസ്സിൽ 2024 ബാച്ചിൽ ഇരുന്ന കുട്ടികളാണ് 17 പേര് IIT മദ്രാസിൽ ബെൻസിൽ നിന്നും പോയത്. ഇപ്പൊ ഈ വർഷവും എന്റെ ഒരു എക്സ്പെക്ടേഷൻ 25 ആണ്. നിങ്ങളുടെ റിസൾട്ട് ഒക്കെ നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് 25 ആണ്. അപ്പൊ ഈ 25 സ്റ്റുഡൻസിന്, 25 to 30 സ്റ്റുഡൻസിന് ഇത്തവണ IIT മദ്രാസ് കിട്ടാൻ നമ്മുടെ ക്ലാസ്സിൽ നിന്നും. ഇതാണ് ചേഞ്ചസ് എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം നേടിയെടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സഫീഷ്യന്റ് ആണ്, നിങ്ങൾ അതിന് പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളാണ്, നിങ്ങൾ കേപ്പബിൾ ആണ്. ഒറ്റ കാര്യം വേണ്ടിയുള്ളൂ, നിങ്ങൾ വേണമെന്നൊന്ന് വിചാരിക്കുക മാത്രം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞെന്താ, IIT മദ്രാസിന്റെ ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇന്ത്യയിൽ വേറെയും IIT ഉണ്ട്, അവിടെയൊക്കെ കുട്ടികൾ പോയിട്ടുണ്ട്. ഓക്കെ അല്ലേ? നമ്മൾ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യാത്ത ബോംബെ, ഡൽഹി, ഈ 2 IITയിൽ ജോയിൻ ചെയ്തിട്ടില്ല. ബാക്കി ഖരഗ്പൂർ ഉണ്ട്, മറ്റുള്ള പല IITകളിലും നമ്മുടെ കുട്ടികൾ. ഓക്കെ, ഇതാണ് ഡിഫറൻസ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ കുട്ടികൾ തന്നെയാണ്. ഹുസ്ന ഇപ്പൊ IIScയിൽ കഴിഞ്ഞ ദിവസം എന്നെ ഹുസ്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹുസ്നെ അറിയുന്നവർ ചിലപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടാവാം. ഹുസ്നക്ക് ഇപ്പൊ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് കിട്ടി. 2023 കേരള ടോപ്പർ ആയിരുന്നു. നമ്മുടെ ബെൻസിൽ പഠിച്ച ഓൺഗോയിങ് സമയത്ത്, ബെൻസിലെ ഓൺഗോയിങ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് കേട്ട് ഡിഗ്രി കഴിയുന്നതിന്റെ മുന്നേ തന്നെ IIScയിൽ ആൾക്ക് കിട്ടി. ആ തവണത്തെ കേരള ടോപ്പർ ആയിരുന്നു ജാമിലെ ആള്. ഇപ്പൊ 2025 ഇപ്പൊ MSc അവിടുന്ന് കഴിയാണ്. അതിന്റെ മുന്നേ തന്നെ ആൾക്ക് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് കിട്ടി. സർ എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടി എന്ന് പറഞ്ഞ് ഒരു 3-4 ദിവസമായിട്ടുള്ള എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാം, ഹുസ്നയ പരിചയമുള്ള ഒരാളോട് ചോദിക്കാം എപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെ കിട്ടിയെന്നുള്ളത് ചോദിക്കാമെന്ന്. നിങ്ങൾ നോക്കിയേ, കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 20 ബിലോ പോലും
50 ബിലോ 20 ബിലോ ഒന്നും കേരളത്തിൽ ജാം റാങ്ക് കിട്ടാറ് പോലുമില്ല. എല്ലാം ഡൽഹിയിലെയും വെസ്റ്റ് ബംഗാളിലെയും കുട്ടികൾക്കാണ്. ആ സ്ഥാനത്താണ് കഴിഞ്ഞ തവണ നോക്കി 5ഉം 17ഉം 48 ഒക്കെ നമ്മുടെ കുട്ടികൾക്കാണ് കിട്ടിയത്. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ, ഞങ്ങളല്ല, നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ എത്തിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ നാഷണൽ ലെവലിൽ പോട്ടെ, നിങ്ങൾ എന്താണ് സ്റ്റേറ്റ് ലെവലിൽ എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ലെവലിലെ എല്ലാ യൂണിവേഴ്സിറ്റിയും കുസാറ്റ്, കേരള, ഇതൊക്കെ നിങ്ങളാണ്, ഈ ക്ലാസ്സിൽ ഇരുന്ന കുട്ടികളാണ് പോയിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ കാണേണ്ടത് നാളത്തെ IIT മദ്രാസിലേക്ക് പോകുന്ന കുട്ടിയായിട്ടും IISc പോകുന്ന കുട്ടിയായിട്ടും കുസാറ്റിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി പോകുന്ന കുട്ടിയായിട്ടും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന 15 കേരളത്തിൽ നിന്നും പോകുന്ന 15 പേരിലെ ആ 15 പേര് ഞങ്ങളൊരു ടീമായിട്ടാണ് പോകുക. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇപ്പൊ അവിടെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു ടീമായിട്ട് കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റണം. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ അങ്ങനെ ആക്കി മാറ്റണം. പിന്നെ ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇത് ഞാൻ നേരത്തെ ഞാൻ ഒരുപാട് ടൈം എടുക്കുന്നില്ല, നിങ്ങളോട് പറഞ്ഞാണ്. IITയുടെ കാര്യം മാത്രമല്ല, NIT നോക്കിയേ, NIT അവിടെ ഷോർട്ട് ലിസ്റ്റ് ഇട്ട സമയത്ത് ഇത് എല്ലാവരും നമ്മുടെ കുട്ടികളാണ്. അതിന്റെ ഇടയിൽ വിട്ടുപോയത്ര 4 പേരോ 5 പേരോ ഉണ്ടാവും. 25 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തോ, 26 പേര്. ഐസർ ട്രിവാൻഡ്രത്ത് 20 പേരെ എടുത്തപ്പോൾ എത്ര പേരാ ഉള്ളത്? 65% നമ്മുടെ ബെൻസിലെ കുട്ടികളായിരുന്നു. ഒരു ചെറിയ സ്റ്റോറിയും കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു. സമയം നിങ്ങൾ ഒരുപാട് ടൈം എടുത്തു എന്ന് വിചാരിക്കരുത്. 2021 ഇജാസ് സാർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ഇജാസ് സാറിന്റെ കോളേജിൽ ഐസർ ട്രിവാൻഡ്രത്തുള്ള ഒരു ഫാക്കൽറ്റി ഒരു ലെക്ചർ ടോക്ക് കൊടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ആ സാറ് പറഞ്ഞതാണ്, ബാക്കി എല്ലാ ഐസറിലും, ഇത് നിങ്ങൾ അറിയേണ്ട ഇൻഫർമേഷൻ ആണ്, ബാക്കി എല്ലാ ഐസറിലും ജാമിന്റെ റാങ്ക് വെച്ചിട്ടാണ് അഡ്മിഷൻ എടുക്കുക. ജാമിന് എന്ത് റാങ്ക് ആണോ ഉള്ളത്, പിന്നെ ഇന്റർവ്യൂ വേറെ എക്സാം പോലും ഇല്ല. നിങ്ങൾക്ക് ഐസറിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജാമിൽ മാർക്ക് കിട്ടണം. വേറെ ഒരു റൂട്ടിലൂടെ നിങ്ങൾക്ക് ഐസറിൽ കയറാൻ കഴിയില്ല. എന്നാൽ ഐസർ ട്രിവാൻഡ്രത്തിലും ഇത് തന്നെയായിരുന്നു. പക്ഷെ അവിടെ കേരളത്തിൽ നിന്നും കുട്ടികൾക്ക് വളരെ അപൂർവം 2 വർഷം 3 വർഷം കൂടുമ്പോൾ ഒരു കുട്ടിക്കൊക്കെയാണ് കേരളത്തിൽ നിന്ന് കിട്ടാറുണ്ടായത് 2021 മുന്നിൽ. അപ്പം ഐസർ ട്രിവാൻഡ്രത്തിലെ സാർ അവിടെ ടോക്കിന് നിന്നും പറഞ്ഞാണ്, ഞങ്ങള് സെപ്പറേറ്റ് ഒരു എക്സാം നടത്താൻ കാരണം ഐസർ ട്രിവാൻഡ്രത്തിന് മാത്രം അവരൊരു സെപ്പറേറ്റ് എക്സാം നടത്തുന്നുണ്ട് MSc അഡ്മിഷൻ. കാരണം എന്താ, കേരളത്തിൽ നിന്നും കുട്ടികളെ കിട്ടാറില്ല. അപ്പൊ ഒരു സെപ്പറേറ്റ് എക്സാം നടത്തിയ കുട്ടികൾ എന്ത് ചെയ്യും, ജാം എക്സാം ബുദ്ധിമുട്ടായതുകൊണ്ട് ആരും എഴുതാറില്ല. സെപ്പറേറ്റ് ഐസറിന് ഒരു എക്സാം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വന്ന് എഴുതുകയും അപ്പൊ അതിൽ നിന്നും കുറച്ച് കുട്ടികളെങ്കിലും കേരളത്തിൽ നിന്ന് കിട്ടിയാൽ നല്ലതാണ് എന്നുള്ള രീതിയിൽ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഐസർ ട്രിവാൻഡ്രം സെപ്പറേറ്റ് ഒരു എക്സാം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ മലയാളികൾ പഠിക്കാത്ത അല്ലെങ്കിൽ കിട്ടുന്ന എണ്ണം വളരെ കുറവായിട്ടുള്ള ഐസർ ട്രിവാൻഡ്രത്ത് കഴിഞ്ഞതിന് മുന്നത്തെ ബാച്ചിൽ 20 പേരെ സെലക്ട് ചെയ്തപ്പോൾ അതിൽ 13 പേരും കേരളത്തിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ആ 13 പേരും ബെൻസിലെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളാണ്. അതിൽ നിങ്ങൾക്ക് ഐശ്വര്യ സെന്റ് തോമസ് കോളേജ് തൃശ്ശൂര്, അതേപോലെ തന്നെ അപ്സര പ്രമോദ്, ഇവരൊക്കെ ഓൺഗോയിങ് സമയത്ത് കിട്ടിയ കുട്ടികളാണ്, റിപ്പീറ്റ് പോലും ചെയ്ത്. എന്നാൽ റിപ്പീറ്റ് ചെയ്ത് കിട്ടിയ ഒരുപാട് കുട്ടികൾ, ഞാൻ പറഞ്ഞത് രണ്ടും എന്ന് പറഞ്ഞാൽ ഓൺഗോയിങ് സമയത്ത് തന്നെ കിട്ടുന്ന കുട്ടികൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് അറിയാം നമ്മളെല്ലാവരെയും. ഇനി ഞാനൊരു അടുത്ത 10 മിനിറ്റ് ഞാൻ എടുക്കുന്നത് PhD ഇന്ത്യക്ക് പുറത്ത് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് നിങ്ങൾ MScയും PhD ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള പ്ലസ് ആൻഡ് മൈനസ് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു PhDയോ മറ്റുള്ള കോഴ്സോ നിങ്ങൾ പുറത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും പുറത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഇന്ത്യയിൽ കിട്ടുന്ന, അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു കോളേജിൽ നിന്നും കിട്ടുന്ന ഫെസിലിറ്റിയേക്കാളും നല്ല ഫെസിലിറ്റി നിങ്ങൾക്ക് ചിലപ്പോൾ IITയിലും ഐസറിലൊക്കെ പോയാൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഇതേ കാര്യം അപ്ലിക്കബിൾ ആണ് നിങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്തല്ല, എവിടെയെങ്കിലും പോവല്ല, QS റാങ്കിങ്ങിൽ ആദ്യത്തെ 200 ഉള്ളിലൊക്കെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല ഫെസിലിറ്റീസ് നിങ്ങൾക്ക് എവിടെ കിട്ടാം, ഈ QS റാങ്കിങ്ങിൽ 200 ബിലോ വരുന്ന യൂണിവേഴ്സിറ്റികളിൽ കിട്ടാം. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലുള്ള സ്റ്റുഡൻസ് ഫാക്കൽറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ഫ്യൂച്ചറിൽ ജോബിന് IISc ഐസറിലൊക്കെ ഫാക്കൽറ്റി പോസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് നല്ല ഫണ്ടിങ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 50,000 കിട്ടുമ്പോൾ PhDക്കാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അവിടെ 2 lakh കിട്ടാം. പക്ഷെ ശ്രദ്ധിക്കണം, ഇന്ത്യയിൽ ഒരു 50,000 കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു 10,000 എക്സ്പെൻസ് മാറ്റി 40,000 നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഇന്ത്യക്ക് പുറത്ത് നിങ്ങൾക്ക് 2 lakh കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു 1.2 lakh എക്സ്പെൻസ് ആയിരിക്കും. സിമ്പിൾ എക്സാമ്പിൾ, 2 ദിവസം മുന്നേ മാതൃഭൂമിയിൽ ഞാനൊരു ന്യൂസ് വായിക്കുമ്പോൾ കണ്ടു, നിങ്ങൾ ചിലപ്പോൾ കണ്ട കാര്യമായിരിക്കും.
ഒരു എഗ്ഗ്, ഒരു കോഴിമുട്ടക്ക് ലണ്ടനിലായിരുന്നു യു എസിലായിരുന്നു, ലണ്ടൻ ആണെന്നാണ് എന്റെ ഓർമ്മ, യൂറോപ്പിൽ എവിടെയൊന്നാണെന്ന് എന്റെ ഓർമ്മ, 80 ഇന്ത്യൻ റുപ്പീസ് 80 ഒരു ഡോളർ വരുന്നുണ്ട്. അപ്പൊ ഒരു എഗ്ഗിന് $1. അപ്പൊ ഡോളറിൽ പറയുമ്പോൾ ഒരു എഗ്ഗിന് $1 വരുന്നു എന്ന് പറയാൻ ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 80 രൂപക്കടുത്ത്, 85 രൂപക്കടുത്ത് വരുന്നുണ്ട്. അപ്പൊ എക്സ്പെൻസ് അത്രയും വരും. നിങ്ങൾക്ക് 2 lakh 2.5 lakh ഒക്കെ അവിടെ പെർ മന്ത് കിട്ടും. പക്ഷെ അതിലൊരു 1.5 lakho 1 lakho എക്സ്പെൻസ് ആയിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് 40,000 സേവ് ചെയ്യാൻ പറ്റുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു 80,000 70,000 അത് മാത്രം, അപ്പൊ അത്രയും സേവ് ചെയ്യാൻ കഴിയും. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പെർട്ടൈസും എക്സ്പോഷറും ഫ്യൂച്ചർ കരിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒക്കെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ അത് താല്പര്യമുള്ള ആളുകൾക്ക് അത് നോക്കാം. പക്ഷേ MSc പുറത്തു പോകുന്നത് അത്രത്തോളം ഒരു എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണെന്ന് ഞാൻ പറയില്ല. കാരണം MSc സ്കോളർഷിപ്പുകൾ വളരെ കുറവാണ്. PhD ഒരുപാട് സ്കോളർഷിപ്പ് കിട്ടാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. എന്നാൽ MSc നിങ്ങൾ സ്കോളർഷിപ്പ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ല ബേർഡൻ ആയിരിക്കും. നിങ്ങൾക്ക് നല്ല ട്യൂഷൻ ഫീയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊരു വളരെ എക്സ്പെൻസീവ് ആയി മാറും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഫിനാൻഷ്യൽ ചാലഞ്ചസ് ആണ് ഞാനിപ്പം പറഞ്ഞത്. MSc പോകുന്ന സമയത്ത് ഹൈ ട്യൂഷൻ ഫീ ആയിരിക്കും. അപ്പൊ നല്ല PhD പോകുമ്പോൾ പ്രശ്നമില്ല, നല്ല ഫണ്ടിങ് ഉണ്ടാവും. MSc സമയത്ത് വളരെ എന്താണ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരാം. പിന്നെ ലാംഗ്വേജ് ബാരിയേഴ്സ് ഓക്കെ, നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഓക്കെ. ഈ ലാംഗ്വേജ് ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി അതൊരു ബാരിയർ ആയിരിക്കും, പക്ഷെ പിന്നീട് അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. നിങ്ങൾക്ക് അത് മറ്റുള്ള ലാംഗ്വേജിന്റെ എക്സ്പെർട്ടൈസും കൂടെ നിങ്ങൾക്ക് വരുമ്പോൾ അത് പിന്നീട് ഒരു നല്ല കാര്യമാണ്. ഓക്കെ, പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ ഐസൊലേഷൻ, ഡിസ്ക്രിമിനേഷൻ എന്നുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്, ഹോം സിക്നെസ് ഉള്ളവരുണ്ടാവും, പിന്നെ കൾച്ചറൽ അഡ്ജസ്റ്റ്മെന്റ്സിനൊക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ടതാണ് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന ആളുകൾ. ഓക്കെ അല്ലേ? പിന്നെ PhD ഒക്കെ നിങ്ങൾ പുറത്ത് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്താണ് ഞാൻ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഇപ്പം എന്താണ് സൗത്ത് ആഫ്രിക്കയിൽ കിട്ടി, ജപ്പാനിൽ കിട്ടി എന്ന് പറഞ്ഞാൽ എവിടേക്കെങ്കിലും അങ്ങ് പോവല്ല. ഇന്ത്യയിൽ ഒരു കോളേജ് ചൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇന്ത്യക്ക് പുറത്തു പോകുമ്പോഴും US റാങ്കിങ് നോക്കുക, നല്ല യൂണിവേഴ്സിറ്റി. ഇപ്പൊ ഈവൻ US പോലും റാങ്കിങ് കുറഞ്ഞ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആദ്യം നല്ല കൺട്രി ചൂസ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇപ്പൊ ഒരു കോളേജിൽ നല്ലോണം പഠിപ്പിക്കുന്ന ടീച്ചറും എന്നാൽ തീരെ പഠിപ്പിക്കാത്ത ടീച്ചറും ഉണ്ട് എന്ന് പറയുന്ന പോലെ പല രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യം നല്ലതായിരിക്കാം, പക്ഷെ അവിടുത്തെ യൂണിവേഴ്സിറ്റി നല്ലതായിരിക്കാം, ചിലപ്പോൾ അവിടുത്തെ ഗൈഡ് നല്ലതാണോ അല്ലേ എന്നുള്ള അത്രയും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ നോക്കണം. അതേപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു രാജ്യം US കിട്ടി എന്ന് പറഞ്ഞ് ഓടിപ്പോവാതെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണോ, ചിലപ്പോൾ ഓർഗാനിക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതല്ല, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ചില ആളുകൾക്ക് ഫിസിക്കൽ താല്പര്യമില്ല, പക്ഷെ അവർക്ക് കിട്ടിയത്. അപ്പൊ ഇതാണ് പറഞ്ഞത്, നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ. അല്ലാതെ എവിടെയോ ഒന്ന് കിട്ടിയെന്ന് വിചാരിച്ച് ബാഗ് പാക്ക് ചെയ്ത് പോകല്ല നമ്മൾ വേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഇനി അങ്ങോട്ട് നിങ്ങൾ ഇന്റേൺഷിപ്പുകൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഡിഗ്രിയുടെ ഇടയിലുള്ള 2 months ഗ്യാപ്പ് ഉണ്ടാകാം. എന്നാൽ PG ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു IIT-ലോ NIT-ലോ ആകാം. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 months വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഇന്റേൺഷിപ്പുകൾ ചെയ്യാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് MSc-യുടെ കൂടെ ഇന്ത്യക്ക് പുറത്ത് PhD ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ നല്ലൊരു റെസ്യൂം റെഡിയാക്കണം. നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ എക്സ്പെർട്ടൈസും നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു റെസ്യൂം നിങ്ങൾക്ക് വേണം. അതേപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഇമെയിലുകൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതിന് ഒരുപാട് ടെക്നിക്കൽ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് എടുക്കാം. ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് തരുന്ന AI പോലെയുള്ള ടൂളുകൾ ഉണ്ട്, അതിനെക്കുറിച്ച് അറിയണം നിങ്ങൾ. അപ്പൊ വെറുതെ ഒരു എന്നെ എടുക്കൂ, എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, എന്നെ എടുക്കാമോ എന്ന് ചോദിക്കുന്നതിലുപരി എങ്ങനെയാണ് ഒരു മെയിൽ ചെയ്യേണ്ടത്, ഇതൊക്കെ ഞാൻ വേണമെങ്കിൽ വേറെ സെഷനായിട്ട് എടുത്തു തരുന്നുണ്ട്. ഓരോന്നും 1 മണിക്കൂറോളം പറയും. ഇപ്പൊ ഈ റെസ്യൂം ഉണ്ടാക്കുക, എങ്ങനെ ഫാക്കൽറ്റീസിന് ഇമെയിൽ അയക്കുക എന്നുള്ളത് മാത്രം ഒരു 1.5 hours ലെക്ചറുകൾ നമ്മൾ കൊടുക്കുന്നതാണ്. പക്ഷെ ഇപ്പം പല കുട്ടികളും 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അവരുടെ എനർജി പോകുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് ഇലാബറേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യാം, പിന്നീട് ഇപ്പൊ കുറച്ചു മുന്നേ ഞാൻ നിങ്ങളുടെ ക്ലാസ് ഇപ്പം ഈ മീറ്റിംഗിൽ ഉണ്ടാവും തേജനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. കഴിഞ്ഞ ഈ ബാച്ചിലെ ജാം ടോപ്പറാണ്. TIFR കേരളത്തിൽ നിന്ന് കിട്ടിയ ഏക സ്റ്റുഡന്റ് ആണ്. അപ്പം നമ്മുടെ തേജ ഇതിലുണ്ട്, മീറ്റിംഗിലുണ്ട്. തേജ ഒരു 10 മിനിറ്റ് മുന്നേ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് തുടങ്ങുന്നതിന്റെ 10 മിനിറ്റ് മുന്നേ ഞങ്ങൾ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് അവിടേക്ക് എന്ന് പറഞ്ഞാൽ TIFR-ന്റെ ഇന്റർവ്യൂ ആണ് അടുത്ത നെക്സ്റ്റ് വീക്ക്, മാർച്ച് 24th 25th. അപ്പൊ അവിടേക്ക് പോകുമ്പോൾ നിർബന്ധമായി എന്ത് വേണം, SOP എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ അവിടെ പോകുന്നത്, ഏത് ഏരിയ ആണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെയാണ് നമ്മൾ 1 minute SOP എന്ന് പറയാം, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറയും. അല്ലെങ്കിൽ ഇതുപോലുള്ള റെസ്യൂമും അതേപോലെ നമ്മൾ അപ്പൊ ഇതൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വർക്ക്ഷോപ്പുകളിലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ ടൈം മാറ്റി വെക്കുക. എങ്ങനെയാണ് ഒരു CV ഉണ്ടാക്കുക, എങ്ങനെയാണ്
ഫാക്കൽറ്റീസിനും മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചേഴ്സിനും മെയിൽ അയക്കേണ്ടത് അവിടെ ഒരു ഒഴിവുണ്ടോ എന്ന് ചോദിച്ച്, എനിക്ക് അങ്ങനെ ഈ ഏരിയയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, സാറിന്റെ ലാബിൽ ഞാൻ വർക്ക് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ച് ഏത് ഫോർമാറ്റിലാണ് നമ്മൾ ഒരു ഫാക്കൽറ്റിയെ കോൺടാക്ട് ചെയ്യേണ്ടത്, ഒരു ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് മെയിൽ അയക്കേണ്ടത്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കവർ ലെറ്റർ, എന്താണ് കവർ ലെറ്റർ, എന്താണ് SOP, എന്താണ് CV, എന്താണ് കോൾഡ് മെയിൽ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആക്കുമ്പോഴാണ് നമുക്ക് ജോബ് കിട്ടാനുള്ളതും, ഇന്റേൺഷിപ്പ് ആണെങ്കിൽ ഇന്റേൺഷിപ്പ് കിട്ടാനുള്ളതും, PhD പൊസിഷൻ ആണെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത കൂടുന്നത്. അപ്പൊ ഇതൊക്കെ ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യണം. അല്ലാതെ വെറുതെ ശനി ഞായറുകൾ ഇങ്ങനെ പോയത് കൊണ്ട് 2 വർഷം കഴിയുമ്പോൾ ജോലി കിട്ടുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കണം. ഇനി ഞാൻ ഒന്ന് രണ്ട് അഡീഷണൽ കാര്യങ്ങൾ കൂടെ പറയുന്നത്, ഞാനത് കറന്റ് ജാം സ്റ്റുഡൻസിനും ഓൾറെഡി ഓൺ ഗോയിങ് സ്റ്റുഡൻസിനും യൂസ്ഫുൾ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്നും കുട്ടികൾ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇത് പറയാൻ കാരണം നിങ്ങളാണ് നെക്സ്റ്റ് സൈക്കിളിൽ ഇതൊക്കെ, അല്ലെങ്കിൽ ഇപ്പം 2025 റിസൾട്ട് വരുമ്പോഴും നിങ്ങളാണ്, 26 ജൂനിയർ കുട്ടികളുടെ നിങ്ങൾ ഇതിലെ മെമ്പേഴ്സ് ആണ്. അപ്പൊ ഇതിനേക്കാളും നന്നാക്കാൻ നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്താൽ നിങ്ങൾ കുസാറ്റ് കിട്ടേണ്ട ആള് IIT പോകും, ഏതെങ്കിലും ഒരു IIT കിട്ടേണ്ട ആൾ IIT മദ്രാസിൽ പോകും. അപ്പൊ അത് നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ നോക്കിയേ, കുസാറ്റില് ഇവിടെ ഞാൻ എഴുതി 2023 ആദ്യത്തെ 30-ൽ 23 പേര് നമ്മളല്ലേ. എന്നാൽ 2024 റിസൾട്ടിൽ 30-ൽ 27 പേര് എന്ന് പറഞ്ഞാൽ നമ്മളല്ലാത്ത കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അതും എല്ലാ റാങ്കുകളും. നിങ്ങൾ നോക്കിയേ, കേരള യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ടോപ്പേഴ്സ് എല്ലാത്തിലും നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം. CUET എക്സാമിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലെ. ഏകദേശം 3000-ഓളം കോളേജിലെ, 3000-ഓളം കുട്ടികളല്ല, 3000-ഓളം കോളേജിലെ കുട്ടികൾ എഴുതുന്ന എക്സാമിന് നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്കാണ് ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടിയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും അതിന്റെ അഭിമാനമുണ്ട്. കുസാറ്റ് ആണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് MJ, ഒരു വർഷമല്ല കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾക്ക് തന്നെയാണ് ഫസ്റ്റ് റാങ്ക്. എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് അടുത്ത സൈക്കിളിൽ ഓരോരുത്തരും ഈ റാങ്കിൽ വരേണ്ടത്. നോക്കി ഇവിടെ നോക്കി, നമ്മൾ ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയ ഫിദയും കൃഷ്ണപ്രിയയും കഴിഞ്ഞ ബാച്ചിൽ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് റിസൾട്ട് വന്ന അന്ന് നമ്മൾ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തതാണ്. അന്ന് ഇത് പിന്നീടുള്ള കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ് ബാച്ചിലെ കുട്ടികളാണ്. ഫിദയും കൃഷ്ണപ്രിയയും ഒക്കെ ഉണ്ടാക്കിയ എക്സാമുകളാണ്. നിങ്ങളിപ്പം ഡയമണ്ട് സീരീസും പ്ലാറ്റിനം സീരീസ് എന്നൊക്കെ പറഞ്ഞ് കുറെ എക്സാമുകൾ നിങ്ങൾ എഴുതുന്നുണ്ടാവും. അത് ഉണ്ടാക്കിയത് ഇവരാണ്. അവരിവിടെ ഇരുന്ന് ജാം എക്സാമിന് ശേഷവും ഇരുന്ന് പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത്. അപ്പൊ ആ സമയത്താണ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഈവനിങ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തതിന്റെ ഒരു ചെറിയ പിക്ചറാണ്. എന്ന് പറഞ്ഞാൽ നാളത്തെ സക്സസ് സ്റ്റോറീസിൽ ഉള്ള ആളുകളാണ് ഇപ്പം ഇത് കേട്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പാഷനും ആ ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കണം. ഡെഫിനറ്റ് ആയിട്ടും ഇറ്റ്സ് എ മാറ്റർ ഓഫ് 12 months നിങ്ങളായിരിക്കും അടുത്ത ഇയറിലെ റിസൾട്ടിൽ ഇതിന്റെ മെമ്പേഴ്സ്. ഓക്കെ, ഞാൻ കുറച്ച് പിക്ചേഴ്സുകൾ, അപ്പൊ നമ്മളിത് വെറുതെ ഉണ്ടാകുന്ന റിസൾട്ടുകളല്ല, ഞങ്ങൾ ഡേ നൈറ്റ് ഇതിനു വേണ്ടി, നിങ്ങൾക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം മെന്ററിങ് പോലും നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു കുട്ടിയെങ്കിലും കൂടുതൽ IIT എത്തിക്കാൻ കഴിയുമോ, ഒരു കുട്ടിയെ കൂടുതലെങ്കിലും ഐസറിൽ എത്തുമോ, CUET ആയിട്ട് കുറച്ച് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ക്യാമ്പസിൽ നമ്മൾ ഇഫ്താർ പ്രോഗ്രാമുകൾ, അതേപോലെ തന്നെ എല്ലാ മാസവും കുട്ടികൾ സീരിയസ് ആയി, ഇപ്പൊ നിങ്ങൾക്ക് ഓൺലൈനിലെ കുട്ടികൾക്ക് നമ്മൾ എല്ലാ മാസവും എന്താണ് ഒരു നിങ്ങൾക്കറിയാം, നമ്മൾ AITS എക്സാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നൈറ്റ് മെയർ അല്ലെ. ഇപ്പൊ തേർഡ് ഇയറിലെ കുട്ടികൾക്ക് അറിയാം, എത്ര പഠിച്ചാലും AITS എക്സാമിന് എത്ര കിട്ടുക, 10 മാർക്ക് 12 മാർക്ക് ഔട്ട് ഓഫ് 100 അല്ലേ. അന്ന് നിങ്ങൾക്കൊക്കെ വിഷമം ഉണ്ടാവും, നമുക്കറിയാം. അത് മാറ്റാൻ തന്നെയാണ് നമ്മൾ അത് കഴിഞ്ഞ ഇമ്മീഡിയറ്റ് ഡേയിൽ എന്ത് ചെയ്യുന്നത്, ഒരു ഓറിയന്റേഷനോ അല്ലെങ്കിൽ ഒരു ബൂസ്റ്റർ മീറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ മാസവും മീറ്റ് ചെയ്യാറ്. അതേപോലെ ഓഫ്ലൈനിലെ കുട്ടികൾക്കും എല്ലാ മാസം അവസാനവും ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്നിട്ട് ഒരു മാസം പഠിക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് പ്രഷർ ഉണ്ടാവും. അപ്പൊ അതൊന്ന് റിലാക്സ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അവരുടെ കോളേജ് ഡേയ്സും +2 ടൈംസിന്റെ ഒക്കെ നല്ല നല്ല മൊമെന്റ്സ് ഷെയർ ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ഓരോ കുട്ടികളെ കുറിച്ച് പറയാനാണ്. സഫ, സെന്റ് തോമസ് കോളേജ് തൃശ്ശൂർ, ഹുസ്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഹുസ്ന, ദേവഗിരി കോളേജ്, നമ്മുടെ ആരാണ് ഹിബ, ഫറൂഖ് കോളേജ്, ഇവരെല്ലാം ഈ 4 കുട്ടികളും ഓൺഗോയിങ് സമയത്ത് IASc പോയ കുട്ടികളാണല്ലോ, ചെറിയ കാര്യമല്ല. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 2018 നോബൽ പ്രൈസ് കിട്ടിയ, കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയ സയന്റിസ്റ്റ് ആണ്. IAScയിൽ ഒരു ടോക്കിന് വന്നപ്പോൾ അവരുടെ കൂടെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തത്. ഇവരൊക്കെ ഓൺഗോയിങ് സമയത്ത് IASc പോയ കുട്ടികളാണ്.
അപ്പൊ ഓൺഗോയിങ് സമയത്ത് തന്നെ കിട്ടാം. ഇനി ഫിദയെ പോലെ അല്ലെങ്കിൽ കൃഷ്ണപ്രിയെ പോലെ ഈവൻ കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ ഇത്തവണ എത്താൻ പറ്റിയില്ല. അവർക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് എത്തുന്നവരുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഞങ്ങളിവിടെ ടൂർ, കാരണം കുട്ടികളെ ഏതൊക്കെ രീതിയിൽ നമുക്ക് മെന്റലി സപ്പോർട്ട് ചെയ്യാൻ കഴിയൊക്കെ നമ്മൾ, ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ തവണ ഊട്ടിയിൽ ഒരു ട്രിപ്പ് പോയാണ് ഇവിടുത്തെ ഓഫ്ലൈൻ കുട്ടികളുടെ കൂടെ. അവരെയും കൊണ്ട് TIFR ഇന്റർവ്യൂവിന് പോയതാണ്. ഇത് ഈ പിക്ചർ എന്ന് പറഞ്ഞാൽ വെറുതെ ഇടാനൊരു കാരണമുണ്ട്. നെയിം റിയാക്ഷൻസ് നെറ്റിലെ കുട്ടികളാണ്, അവർക്ക് ഒരു 140 നെയിം റിയാക്ഷൻ പഠിക്കാണ്. ജാമിലെ കുട്ടികൾക്ക് ആകെ 15 നെയിം റിയാക്ഷൻ പഠിക്കാം. നെറ്റിലെ കുട്ടികൾക്ക് ഒരു 150 നെയിം റിയാക്ഷൻ 140 ടു 50 വരുന്നുണ്ട്. അപ്പൊ ആ പേര് എഴുതി വെച്ചതാണ്. ഈ 150 റിയാക്ഷൻ മടുപ്പില്ലാതെ പഠിക്കണം. ഓർഗാനിക് എല്ലാവർക്കും മടുപ്പാണെന്ന് എനിക്കറിയാം. അങ്ങനെ അവരെയും കൂട്ടി ഞാൻ എന്നെ ഇവിടെ കാണാൻ നിങ്ങൾക്ക്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു ടീ ഷോപ്പ് ഉണ്ട്. എല്ലാവരും നടന്നുകൊണ്ട് പഠിക്കുന്ന ഒരു പിക്ചറാണ്. അവിടെ പോയി, കാരണം അത്രയും ടഫാണ്, അത്രയും റിയാക്ഷൻ പഠിക്കുക. അറ്റ്ലീസ്റ്റ് പേരുകൾ ബൈഹാർട്ട് ചെയ്യും, പിന്നെ ഓരോന്ന് പഠിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു പിക്ചറാണ്. ഇതിൽ എല്ലാവരും നിങ്ങൾക്ക് കാണാം. IIT ധൻബാദ്, ഐസർ പൂനെ, IESE, ഓരോ കുട്ടികളും ഞാൻ ജസ്റ്റ് എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ അരുന്ധതിയാണ് കേട്ടോ, ബാർക്കിൽ പോയ അരുന്ധതി. ആളിപ്പം ബോംബെയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ച് ചെയ്യാണ്. അരുന്ധതി അല്ല, ശ്രീലക്ഷ്മി. അതേപോലെ തന്നെ നമ്മുടെ ഐസർ പൂനെയിലാണ്, പേര് ഞാൻ മറന്നുപോയ ഒരാളുടെ, ആദിൽ എന്ന് പറയും, ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അനുഗ്രഹ IACയിലാണ് ഇപ്പോൾ റിസർച്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓരോ ആളുകൾ, എല്ലാവരിലേക്ക് ഞാൻ പോകുന്നില്ല. IIT ധൻബാദിലാണ് വിശാഖ് ഉള്ളത്. വിശാഖിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു തവണ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ ഇത് ഞങ്ങൾ IIT ബോംബെയിൽ പോയ പിക്ചറാണ്. കുട്ടികൾക്ക് എന്തൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇത് കഴിഞ്ഞ ഏതാണ് ഗേറ്റ് എക്സാം ആണെന്നാണ് എന്റെ ഓർമ്മ. ഗേറ്റ് എക്സാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും എക്സാം സെന്ററിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട് വെച്ച് ഫുഡ് കഴിക്കാൻ പോയതാണ്. കൃഷ്ണനുണ്ണി ഇപ്പോൾ ഉള്ളത് IIT ഹൈദരാബാദ് ആണ്. ഓക്കെ, അശ്വിനും ഹൈദരാബാദ് ആണ്. സക്കരി IIT റൂർക്കിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത കണ്ടന്റിലേക്ക് പോവാം. സോറി, ഇത് നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസിന്റെ ഇത് ഞാൻ സ്കിപ്പ് ചെയ്യാണ്, ഇതിന്റെ ആവശ്യമില്ല. ഇനി എനിക്ക് പറയാനുള്ളത് ഈ സ്ലൈഡാണ്. ഈ സ്ലൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എനർജി തരുന്ന സ്ലൈഡാണ്. നോക്കിയേ, അഞ്ജന PM എന്ന് കാണാം. സെന്റ് അലോഷ്യസ് കോളേജ് തൃശ്ശൂരിലെ സ്റ്റുഡന്റ് ആയിരുന്നു. 2023 ജാം എക്സാം എഴുതിയിട്ട് അഞ്ചരക്ക് കിട്ടിയ മാർക്ക് 1.67. ഒരു മാർക്കാണ് അഞ്ജനക്ക് കിട്ടിയത്. ഒരു മാർക്ക് കിട്ടി. ആകെ 13,000 പേരാണ് എക്സാം എഴുതിയത്, ജാം എക്സാം. അതിൽ 11,525 റാങ്ക് കിട്ടിയ അഞ്ജന ഇപ്പം പഠിക്കുന്നത് IIT മദ്രാസിലാണ്. നമ്മുടെ ഇവിടെ ഓഫ്ലൈനിൽ ആൾ റിപ്പീറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് രണ്ടാമത്തെ എക്സാമിന് കിട്ടിയത് 63 മാർക്കാണ്. അപ്പൊ 60 മാർക്കിന് എബോ അല്ലെങ്കിൽ 50 മാർക്കിന് എബോ ഒക്കെ IIT മദ്രാസ് കിട്ടാൻ സഫീഷ്യന്റ് ആണ്. നോക്കി, ഒരു മാർക്ക് കിട്ടിയ കുട്ടിയാണ്. ആളും എന്താണ്, തേർഡ് ഇയർ കഴിഞ്ഞു, ജാം എഴുതി. ദിസ് വാസ് ദ സിറ്റുവേഷൻ. ഓക്കെ, ദെൻ നൗ ഷീ സ്റ്റഡിങ് ഇൻ IIT മദ്രാസ്. അപ്പൊ ആളുടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് സുന്ദർ ഗോപാൽ ഘോഷ് എന്ന് പറയുന്ന വളരെ അറിയപ്പെടുന്ന സുന്ദർ ഗോപാൽ ഘോഷ് സാർ തന്നെയാണ് എന്റെ ഓർമ്മ. സാറിന്റെ കൂടെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ കൃഷ്ണപ്രിയ, ഓൾ ഇന്ത്യ റാങ്ക് 17. കേരളത്തിൽ കഴിഞ്ഞ 20 വർഷത്തിന്റെ ഇടയിൽ 20-ൽ താഴെ റാങ്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞ അതിലൊരു മെമ്പറാണ്. 20-ന് താഴെ കിട്ടിയ കൃഷ്ണപ്രിയക്ക് ഇത് ഹരിചന്ദനല്ലേ. കൃഷ്ണപ്രിയയുടെ ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. കൃഷ്ണപ്രിയക്ക് ജാം എക്സാമിന് 2023 എത്ര കിട്ടിയ 10 മാർക്കാണ്. 10 മാർക്ക് കിട്ടിയ കൃഷ്ണപ്രിയ 2024 ഓൾ ഇന്ത്യ ലെവലിൽ ആള് 17 എത്തിച്ചിട്ടുണ്ട്. ആളുടെ മാർക്ക് 78 മാർക്കിലേക്ക് ആൾ എത്തിച്ചിട്ടുണ്ട്. 10 മാർക്കിലുള്ള ആള് 78 മാർക്കിൽ എത്തി. ആളിപ്പം IIT മദ്രാസിലാണ്, കേരളത്തിലെ സെക്കൻഡ് ടോപ്പറാണ്. ഓക്കെ, ഇത് ഞാൻ കാണിക്കാം. ഹരിചന്ദന എറണാകുളത്തെ SH കോളേജിലായിരുന്നു. ആൾക്ക് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ആൾക്ക് ജാം എക്സാം എഴുതിയിട്ട് കിട്ടിയത് 7 മാർക്കാണ്. 7 മാർക്ക്. നമ്മൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഹരിചന്ദന കുറച്ച് പ്രോബ്ലം സോൾവിംഗ് ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് അല്ലെ. ജാം എക്സാമിന് വെറും 7 മാർക്ക് കിട്ടിയ കുട്ടിയാണ് അടുത്ത എക്സാമിന് IIT മദ്രാസിൽ പോകുന്നു. ഇപ്പം ബെൻസിൽ ഈവൻ പ്രോബ്ലം സോൾവിംഗ് പോലും, ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പോലും ആൾ ഇൻവോൾവ് ആകും. ഇതാണ് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പോസിബിൾ ആണ്. നിങ്ങൾ ഓരോരുത്തർക്കും പോസിബിൾ ആണ്. അതിലേക്ക് നിങ്ങൾ എത്തിക്കണം. നിങ്ങൾ എത്തിക്കണം. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ ഫാമിലിയുടെയും ഒരുപാട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് നിങ്ങളുടെ നോർമൽ ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡീസിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നു ഇത്രയും കാര്യങ്ങൾ. ഇതിന്റെ ഒരു
എക്സ്ട്രീം ഔട്ട്പുട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഫിദയുടെ കാര്യം അല്ലെ. ആൾ ഷി വാസ് നോട്ട് ഹാപ്പി വിത്ത് ഹെർ സ്കോർ. ആളുടെ സ്കോർ ആൾക്ക് ജസ്റ്റ് ഒരു ജാബ് കിട്ടി. ബട്ട് ആൾക്കറിയാം ഞാൻ ഇത്രയല്ല, ഞാൻ ഇതിനേക്കാളും കേപ്പബിൾ ആണ്, ഇതിനേക്കാളും നല്ല പൊസിഷനിൽ എത്താവുന്ന ആളാണെന്ന് ആൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ആൾ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്, ഏതോ ഒരു സ്ലൈഡിൽ എത്ര മാർക്ക് കിട്ടിയാൽ ഓൾ ഇന്ത്യ റാങ്ക് 1 വരെ 84-85 മാർക്ക് കിട്ടിയാൽ ഓൾ ഇന്ത്യ റാങ്ക് 1 ജാം എക്സാമിന് വരാം. 83 മാർക്ക് വരെ ഫിദ എത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഫസ്റ്റ് ടൈമാണ്. ആൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് 5 വരെ എത്തിയിട്ടുണ്ട്. ആൾ എല്ലാ എക്സാമിനും ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണ്. ഈവൻ ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, 1 lakh rupees ആണ് ബെൻസിൽ ഫിദക്ക് ഒരു അവാർഡായി കൊടുത്തത്. 1 lakh rupees. നമ്മുടെ രത്ന അവാർഡ് വിന്നർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും അച്ചീവ്മെന്റ്സ് ആണ് ആൾ ഒരു ഇയർ. അച്ചീവ്മെന്റ്സ് എത്തിയെന്ന് പറഞ്ഞാൽ ഒരു വർഷം മുന്നേ ആൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ഹാർഡ് വർക്കിലൂടെ ആളത് എത്തിച്ചു. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു നേരത്തെ. നിങ്ങൾ നാളെ ഇതിനു വേണ്ടി ഡ്രീം ചെയ്യണം. IIT മദ്രാസിന്റെ ന്യൂ അക്കാഡമിക് ബ്ലോക്ക് ആണിത്. ഇവിടെയൊക്കെ ഞങ്ങൾ എത്രയോ ഇരുന്നതാണ്. നാളെ നിങ്ങളും ഈ വഴികളിലൂടെ നടക്കാനുള്ളതാണ്. നാളെ അലോട്ട്മെന്റ് വരുമ്പോൾ റൗണ്ട് 1 അലോട്ട്മെന്റ്, IIT മദ്രാസിലെ റൗണ്ട് 1 അലോട്ട്മെന്റ് വരുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ നിങ്ങൾ അലോട്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് IIT മദ്രാസ് എന്ന് കാണാൻ നിങ്ങളുടെ പേരിൽ, ഇവിടെ ഫിദയുടെ പേരിലല്ല, നിങ്ങളുടെ പേരിൽ അടുത്ത വർഷത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ ജാം എക്സാമിന്റെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ ഫസ്റ്റ് റൗണ്ട് 1 സീറ്റ് അലോട്ട്മെന്റിൽ തന്നെ നിങ്ങൾക്ക് IIT മദ്രാസോ IIScയോ മറ്റുള്ള IIT കിട്ടി എന്ന് ഈ ഒരു ഷീറ്റിൽ നിങ്ങളുടെ പേര് വരുന്ന ദിവസത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ ആഗ്രഹിച്ച് പഠിച്ച് ബെൻസിലിൽ നിന്നും അവിടെ പോയ 17 പേരാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇത് നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ അവരോട് പറഞ്ഞതല്ല. അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ പലപ്പോഴും ചില കുട്ടികളുടെ ഫോട്ടോ എടുക്കും, കുട്ടികളുടെ ഷെയർ ചെയ്യും, നമുക്കതിന്റെ എന്താണ് ഒരു അഡ്വർടൈസ്മെന്റിനൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഞങ്ങൾ. പക്ഷേ ഇത് അവര് തന്നെ നോക്കി, IIT മദ്രാസിന്റെ ടീഷർട്ടൊക്കെ അവര് തന്നെ ഓരോരുത്തരും വാങ്ങി അവരൊരു ദിവസം ഗേറ്റിന്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്ത്, സർ ഞങ്ങൾ ഇങ്ങനെ ഒരു ഞങ്ങൾ എല്ലാവരും ബെൻസിലിന് പോയി എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തതാണെന്ന് പറഞ്ഞ് അവർ അയച്ചു തന്നതാണ്. ഇതാണ് നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത്. ഞങ്ങളിത് ഇന്ന് തുടങ്ങിയ കാര്യമല്ല. കഴിഞ്ഞ 2023 സ്റ്റോറി പറഞ്ഞു, 24 സ്റ്റോറി പറഞ്ഞു. അപ്കമിങ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുമാണ്. അത് നിങ്ങൾ കഴിയുന്ന ആളുകളാണ്, നിങ്ങൾ അതിലേക്ക് എത്തിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ കേപ്പബിൾ ആണ് എന്നുള്ളതാണ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ ഇന്നത്തെ സെഷനിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് നിങ്ങളുടെ കഴിവിലും നിങ്ങളുടെ കേപ്പബിലിറ്റിയിലും നിങ്ങൾ വിശ്വസിക്കുക. ഒരിക്കലും ആഗ്രഹങ്ങൾ ചെറുതാക്കുകയല്ല. ഈവൻ അഞ്ജനയുടെ എക്സാമ്പിൾ പോലും ഞാൻ പറയാൻ കാരണം, 1 മാർക്ക് കിട്ടിയ കുട്ടി പോലും ആളുടെ ഹാർഡ് വർക്ക് ഉണ്ട്. വെറുതെ കിട്ടിയല്ല കേട്ടോ അഞ്ജന. എനിക്കറിയാം അഞ്ജനക്ക് ഓഫ്ലൈനിൽ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ആഴ്ചയിലും ആൾക്ക് എന്തോ വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ മറ്റെന്തോ ഒരു ഡിസീസ് ഉണ്ടായിരുന്നു. ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആള് അങ്ങ് വീഴും. വരാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആള് ഫ്ലോറിലേക്ക് വീഴും. അത്രയും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്ന അഞ്ജന ഞാൻ എത്രയോ പറഞ്ഞു, അഞ്ജന വീട്ടിൽ പോയിക്കോളൂ, ഓൺലൈൻ ക്ലാസ് കണ്ട് പഠിച്ചോളൂ, ഇവിടെ നിൽക്കണ്ട. കാരണം എന്താ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഈവനിങ് അല്ലെങ്കിൽ വീക്കിലി 1-2 തവണയെങ്കിലും ഞാനും ഇജാസ് സാറും ആളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. കാരണം ആള് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് കുഴഞ്ഞു വീഴും. അപ്പൊ ഇത്രയും ഞാൻ എത്രയോ തവണ പറഞ്ഞു, അഞ്ജന വീട്ടിൽ ചെല്ലു, ഓൺലൈൻ ക്ലാസ് കണ്ട് പഠിക്കും. അഞ്ജന സാർ എനിക്കത് ഇവിടുന്ന് തന്നെ പഠിക്കാൻ പറ്റിയത് നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ ഓൺലൈൻ ക്ലാസ്സും ഞാൻ പറഞ്ഞു തന്ന ഒരു 1-2 മാസം ആൾ ഓൺലൈനിൽ ഇരുന്നു. പക്ഷെ ആൾക്ക് ഇവിടെ തന്നെ വന്നിരുന്ന് പഠിക്കുക, നല്ല റാങ്ക് കിട്ടുക എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ ഇത്രയൊക്കെ ഡിഫിക്കൽറ്റി, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഇത്രയൊക്കെ ഡിഫിക്കൽറ്റി ഉണ്ടായിട്ട് പോലും ആൾ കോംപ്രമൈസ് ചെയ്തില്ല. അതിന്റെ ഔട്ട്പുട്ടാണ് ആൾ ഇന്ന് IIT മദ്രാസിൽ പഠിക്കുന്നത്. അപ്പോൾ 1 മാർക്ക് കിട്ടിയ ആള് വെറും 1 മാർക്കിൽ നിന്നും 63 എത്തിയല്ല, ഇത്രയും സ്ട്രഗിൾ. ഒരു 15-16 തവണ ആള് ബാത്റൂമിലായിട്ടും വരാന്തയിലായിട്ടും ക്ലാസ് റൂമിലായിട്ടും തലകറങ്ങി വീണിട്ടുണ്ട്. നമുക്ക് പിടിക്കാനുള്ള സമയം പോലും ഉണ്ടാവില്ല, ഇത്രയും ഫാസ്റ്റ് ആയിട്ട്. നിങ്ങൾക്ക് അറിയില്ലേ, ഗ്ലൂക്കോസ് ഒക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലോറിലേക്ക് വീഴുന്ന ആള് അങ്ങനെ ആയിട്ടുണ്ട്. എന്നിട്ട് പോലും ആള് എനിക്ക് ജാം കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സ്ട്രഗിൾ ചെയ്ത് പഠിച്ചെത്തിച്ചു. ഇതാണ് പാഷൻ, ഇതാണ് ഡെഡിക്കേഷൻ. അതായത് എപ്പോഴെങ്കിലും ഒന്ന് ഏതെങ്കിലും കുറച്ച് ക്ലാസ് കണ്ട് എത്തിക്കുന്നതല്ല. അങ്ങനെ എത്തിച്ച ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 2 വർഷമായിട്ട് IIT, IISER, NITയിൽ മാത്രമായി നമ്മുടെ ബെൻസിലിൽ നിന്നും ഒരു 200-300 സ്റ്റുഡൻസ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അതിന്റെ ഭാഗമാകാനുള്ളവരാണ്. പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യണം. ഈ രീതിയിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിൽ നിന്നും ആരാണോ
അത് എനിക്ക് വേണ്ടി പറഞ്ഞതാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് അവരാണ് ഇതൊക്കെ ചെയ്തത്. അതേപോലെ നിങ്ങളും ഇത് എന്നോട് വേണ്ടി സാറ് പറഞ്ഞതാണ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ അതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം. ഞാൻ നേരത്തെ പറഞ്ഞ നല്ല നല്ല ജോബുകളുണ്ട്. മോർ ദാൻ 1 lakh, 1.5 lakh, നിയർലി അറൌണ്ട് 2 lakh. ഇതാണ് അൾട്ടിമേറ്റ്. അല്ലാതെ ജാം എക്സാം കിട്ടുകയല്ല, നെറ്റ് കിട്ടുകയല്ല, ഗേറ്റ് കിട്ടുകയല്ല. ജോബിലേക്ക് എത്തുക എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾക്ക് പറയാൻ. അതിനുവേണ്ടി നിങ്ങൾ ഡ്രീം ചെയ്യുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, എല്ലാ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ജാം എഴുതാൻ പോകുന്നവർ അത് എഴുതുക എന്ന് പറഞ്ഞാൽ ജൂനിയേഴ്സിനോടാണ്. ജാം എഴുതി കഴിഞ്ഞ കുട്ടികളുണ്ട്, അവർ മറ്റുള്ള എക്സാം ഫോക്കസ് ചെയ്യുക. ഇനി അത് കഴിഞ്ഞ് PGക്ക് പോയി കഴിഞ്ഞാലും ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ഗേറ്റ് പോലെയുള്ള എക്സാമിൽ ഏറ്റവും നല്ല സ്കോർ വാങ്ങുക. MSc കഴിയുന്ന ഉടനെ വിത്തിൻ 6 months നിങ്ങൾ ഒരു ജോബിലേക്ക് മാറിയിരിക്കണം. ഇത് റിസർച്ച് ആവാം, ജോബ് ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ നമുക്കൊരു ഇൻകം, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് മാറാൻ മാത്രം കെമിസ്ട്രിയിൽ പല ഫീൽഡുകളും ഉണ്ട്. അത് നമ്മൾ നമ്മുടേതാക്കി മാറ്റണം. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് ഇപ്പൊ പറയാനുള്ളത്. ഓൾ ദ ബെസ്റ്റ്. ഒരു കാര്യം, ഷുഹൈബ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഷുഹൈബ്, ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞ പോലെ ഓൺഗോയിങ് സമയത്ത് 150 മാർക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ ടാസ്ക്. നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ ഓൺഗോയിങ് സമയത്ത് 50 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആൾ ആദ്യത്തെ 100ന്റെ ഉള്ളിൽ വരും റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക്. ഓൾ ഇന്ത്യ റാങ്ക് 100ന്റെ ഉള്ളിൽ ഓൺഗോയിങ് സമയത്ത് എത്തുന്നത് വളരെ അപൂർവം. 3 വർഷം കൂടുമ്പോൾ കിട്ടുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ, 2023 കേരള ടോപ്പർ ഹുസ്ന 163 ആയിരുന്നു ഓൺഗോയിങ് സമയത്ത്. അതിനേക്കാളും നല്ലൊരു റാങ്ക് ആയിരിക്കും ഷുഹൈബിന് ഇത്തവണ ഉണ്ടാവാൻ പോകുന്നത്. ഷുഹൈബ് എങ്ങനെയാണ് ഓൺഗോയിങ് സമയത്ത് ഈ റാങ്കിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളത്, സർ ഞാനൊന്നും ചെയ്തില്ല, എനിക്ക് വെറുതെ കിട്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. ഷുഹൈബ് ചെയ്തിട്ടുണ്ട്. ആ മാർക്കും റാങ്കും കാണുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആ ചെയ്തത് എന്താണ് എന്നുള്ളത് നമ്മുടെ കുട്ടികളോട് പറയണം. സോറി, ഷുഹൈബ് അല്ല, ഞാൻ എന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഷുഹൈബ് അല്ല, ഷഹബാസ്. ഞാൻ പറഞ്ഞ മാറിപ്പോയല്ലടാ. ഷുഹൈബ് ഫസ്റ്റ് ഇയറിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതെനിക്കറിയാം. സോറി കേട്ടോ, ഞാൻ പേര് പറഞ്ഞ മാറിപ്പോയി. ഷുഹൈബ് ഫസ്റ്റ് ഇയറിനെ വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്, സെക്കൻഡ് ഇയറിൽ എത്തിയില്ല ആള്. അപ്പൊ ആൾക്ക് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ആളെ എങ്ങനെ പഠിക്കണം, കോളേജിൽ എക്സാം വരുമ്പോൾ എന്ത് ചെയ്യണം, അപ്പം ജാമിന്റെ എത്ര അവേഴ്സ് കാണണം, എല്ലാ കാര്യങ്ങളും ചോദിച്ച് പഠിച്ചിട്ടുണ്ട്. ഷഹബാസ് ആണ്. ഷഹബാസ് ഒന്ന് ആഡ് ചെയ്തേ. ഷഹബാസ്, ഷഹബാസ് ഈ മാർക്കിലേക്ക് എത്താൻ ഷഹബാസ് എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. സാർ അങ്ങനെയൊന്നുമില്ല, ഞാൻ അവസാനത്തെ 2 മാസം നല്ലോണം നോക്കിന്. അവസാനത്തെ 2 മാസം നോക്കിയത് നടക്കൂല ഷഹബാസ്. കാര്യം പോലെ പറയും. അല്ല സാർ, അത് ഒരു റൗണ്ട് വീഡിയോ എപ്പോഴത്തേക്ക് കണ്ടു തീർന്നു? ഞാന് വീഡിയോ എപ്പോഴും കണ്ടു കഴിഞ്ഞു? ഏകദേശം ഒരു ഒക്ടോബർ അവസാനം കഴിഞ്ഞു. ഒക്ടോബർ ആകുമ്പോൾ ബെൻസിലിൽ ഏകദേശം ഒരു 250 അവേഴ്സിന്റെ ക്ലാസ്സെങ്കിലും ഉണ്ടാവും, എല്ലാ ചാപ്റ്ററുമായിട്ട്. അപ്പം ഏപ്രിൽ മെയിൽ തുടങ്ങിയ ഒരു ക്ലാസ് ഷഹബാസ് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ആകുമ്പോഴേക്കും ആള് ക്ലാസ് കണ്ടു തീർന്നു. അതാണ് പോയിന്റ് നമ്പർ 1. അല്ലാതെ ക്ലാസ് കണ്ടു തീരാന് ജാം എക്സാമിന് തലേന്നായിട്ടില്ല. ക്ലാസ് കണ്ടു തീരൽ തന്നെ ആളെപ്പം കണ്ടു തീർന്നു? ഒക്ടോബർ. നിങ്ങൾ നോക്കിയേ, ക്ലാസ് എല്ലാം ഒക്ടോബർ ആകുമ്പോൾ കണ്ടു തീർന്നു. ആ പണി അവിടെ കഴിഞ്ഞു. ഇനി എന്തുണ്ട്? നവംബർ, ഡിസംബർ, പിന്നെയും ആൾക്ക് 3 മാസം സെക്കൻഡ് റൗണ്ടിന് സമയം കിട്ടിയിട്ടുണ്ട്. അതാണ് ഷഹബാസിന് എന്ത് ചെയ്തത് ഈ ഒരു റാങ്കിലേക്ക് എത്താൻ കാരണം. ഈ നമ്മുടെ കൂടെ നമ്മുടെ നവാസ് ഓർവൈസ് ഉണ്ടോ? നവാസ് ഓർവൈസ് ഉണ്ടോ? വീഡിയോ ഓൺ ചെയ്യാൻ പ്രയാസമുണ്ടോ? പ്രയാസമുണ്ട്. അവരെന്നോട് പറഞ്ഞത് എപ്പോഴാണ് നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് വീഡിയോ കണ്ടു തീർന്നത്? ഏകദേശം 2 മാസം ലീവില്ലേ? 2 മാസത്തെ ലീവ്. ഞാൻ ഇവരോട് ചോദിക്കും, ഇവരൊക്കെ IIT മദ്രാസ് പോകുന്ന കുട്ടികളാണ്. ഓൺഗോയിങ് സമയത്ത് തന്നെ IIT മദ്രാസ് കിട്ടാനുള്ള മാർക്ക് വാങ്ങിയ കുട്ടികളാണ്. ഈ വർഷം പോകാൻ നിൽക്കുകയാണ്. റാങ്ക് ലിസ്റ്റ് അടുത്ത ആഴ്ച വരും. അവര് ഏപ്രിൽ മെയ് വെക്കേഷൻ സമയത്ത് വീഡിയോ കണ്ടു തീർന്നു. എന്നോട് പറഞ്ഞതാണ് കഴിഞ്ഞ മാസം. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ അവരിവിടെ വന്നിരുന്നു. അതിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നല്ലോ. 2 മാസം കൊണ്ട് ഇരുന്ന് അവർ ക്ലാസ് കണ്ടു തീർത്തു. ആസ് എ ടീച്ചർ ഞാൻ വളരെ ഹാപ്പിയാണ്. ബെൻസിലെ ക്ലാസ് 2 മാസം ഇരുന്ന് അവർ കണ്ടു തീർത്തു. അതിനുശേഷം ഡിഗ്രി 3rd ഇയർ സമയത്ത് അവർക്ക് കുറച്ച് നോക്കിയാൽ പോലും കിട്ടാതാവുന്ന പ്രശ്നമില്ല. കാരണം ക്ലാസ് കാണാനൊക്കെ നേരത്തെ കണ്ടു തീർത്തു. അതുകൊണ്ടാണ് അവരിന്ന് മദ്രാസിൽ പോകുന്നത്. വേറെ എന്തെങ്കിലും സജഷൻ കൊടുക്കാണ്ടോ വൈസ്? ഞാൻ പറഞ്ഞ കറക്റ്റ് തന്നെയല്ലേ? ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, ആഡ് ചെയ്തില്ലല്ലോ. 2 മാസം കൊണ്ട് ഒരു റൗണ്ട് നിങ്ങൾ കണ്ടില്ലേ? ഏകദേശം ഏകദേശം. നിങ്ങളുടെ ഏകദേശം എന്ന് പറഞ്ഞാൽ 90% അല്ലല്ലോ, അതാണല്ലോ മെയിൻ. അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്യാം.
നിങ്ങളുടെ ഇടയിലുള്ള കുട്ടികൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനും അതുപോലെയുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ പാഷനേറ്റ് ആവുക, വർക്ക് ഫോർ ദാറ്റ്. നിങ്ങൾ എല്ലാവരും അതിന്റെ ഭാഗമായിരുന്നു. നാളെ IIT മദ്രാസിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 60 കുട്ടികൾ എടുക്കുമ്പോൾ 55 നമ്മളാവാൻ നിങ്ങൾ ആഗ്രഹിക്കണം. ഇത്രയൊക്കെ ആഗ്രഹിക്കാൻ പറ്റുമോ എന്ന് സാറേ ചോദിക്കരുത്. നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, ഞാൻ അവിടെ ഉള്ള 2015-16 സമയത്തൊക്കെ 50 സീറ്റായിരുന്നു. 50 സീറ്റിൽ 43-ഉം 44-ഉം വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നും മാത്രം കുട്ടികൾ വന്നിട്ടുണ്ട്. 50 കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഒരു 45-നോടടുത്ത് കുട്ടികളും ഒരു സ്റ്റേറ്റിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട്. അങ്ങനെ പറ്റുമെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ, 1 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ നിന്നും 60 പേരുടെ ബാച്ചിൽ 55 പേര് ഉണ്ടാക്കും. ആ 55 പേരിൽ ഓരോരുത്തരുമാണ് ഞാൻ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഇനി എന്തേലും കാരണത്താൽ അത്രയും ആഗ്രഹിച്ചിട്ട് കിട്ടാതായി പോയാൽ മറ്റേതെങ്കിലും ഒരു IIT-യിലായിട്ട് നിങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഡൺ. ഓക്കെ, ദെൻ താങ്ക് യു. Thank you, sir. ഓക്കെ, Thank you, sir.